വലുതുമായ രോഗങ്ങൾക്ക് അല്ലാഹു തആല പരിപൂർണ്ണ ശിഫ നൽകുമാറാവട്ടെ. അഭിമാനത്തോടുകൂടെ ജീവിക്കുവാനും പരിപൂർണ്ണ ഹിദായത്തിലായി ഈമാനിലായി മരിക്കുവാനും സർവശക്തനായ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ക്ലാസ് റൂം വഴിയും മറ്റുമൊക്കെ ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദര സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ ജീവിതത്തിൽ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ ഒരു വിഭാഗത്തിന് അനുകൂലമായി സാക്ഷി നിൽക്കുമ്പോൾ ആ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. സൂറത്തു തലാഖാണ് നമ്മൾ വിശദീകരിച്ചു വരുന്നത്. 6 മുതലുള്ള ആയത്തുകളാണ്, 9 കൂടിയ ആയത്തുകളാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത്. നേരത്തെ നമ്മൾ തലാഖ് സൂറത്തിലൂടെ നിർബന്ധിത ഘട്ടത്തിൽ ഒരാൾ തന്റെ ഭാര്യയെ അവർ തമ്മിലുള്ള വിവാഹബന്ധം അത് വേർപ്പെടുത്തുന്നതിനെ സംബന്ധിച്ച് അതിന്റെ മസാലകളെ സംബന്ധിച്ച് ഇതിന്റെ തുടക്കത്തിൽ നമ്മൾ വിശദീകരിച്ചു. തലാഖ് ചൊല്ലപ്പെട്ട പെണ്ണ് 1 2 തലാഖ് ചൊല്ലപ്പെട്ട പെണ്ണാണെങ്കിൽ ആ പെണ്ണ് താമസിക്കേണ്ടത് ഭർത്താവിന്റെ വീട്ടിലാണ് എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു. ഇദ്ദയുടെ കാലയളവില് അവളെ തിരിച്ചെടുക്കാനുള്ള അവകാശം അവനിക്കുണ്ടായതുകൊണ്ട് അവർ പരസ്പരമുള്ള പ്രശ്നം അത് ലഘൂകരിക്കപ്പെടാനും അതോടുകൂടെ തന്നെ അവരുടെ ഹൃദയങ്ങൾ പരസ്പരം അടുക്കുവാനും വേണ്ടിയാണ് തലാഖ് ചൊല്ലപ്പെട്ട പെണ്ണ് ഭർത്താവിന്റെ വീട്ടിൽ ഇദ്ദയിരിക്കണമെന്ന് പറയാനുള്ള കാരണം അതാണ്. അങ്ങനെ ആ പെണ്ണ് ഇദ്ദയിരിക്കുമ്പോൾ 1 2 തലാഖ് ചൊല്ലപ്പെട്ട പെണ്ണായതുകൊണ്ട് മടക്കിയെടുക്കാനുള്ള അവസരമുണ്ടായതുകൊണ്ട് ആ ഇദ്ദ കഴിയുന്നത് വരെ അവൾക്ക് ചെലവ് കൊടുക്കേണ്ട ബാധ്യത, താമസിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കേണ്ട ബാധ്യത, മറ്റ് ആവശ്യമായ ചെലവുകളൊക്കെ ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കേണ്ട ആ കടമകൾ അത് ചെയ്തു കൊടുക്കല് തലാഖ് ചൊല്ലിയ വിവാഹമോചനം നടത്തിയ ഈ പുരുഷന്റെ ബാധ്യതയാണ്. ചെലവ് ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഒരാൾക്ക് അവന്റെ കഴിവിന്റെ പരമാവധി എത്ര അത് മതി. തലാഖ് ചൊല്ലി എന്നതുകൊണ്ട് അവന്റെ കഴിവിൽ പെടാത്തത് അവനോട് നിർബന്ധിപ്പിക്കാൻ ആർക്കും അവകാശമില്ല. അതിന്റെ പേരിൽ പ്രശ്നമുണ്ടാകാൻ പാടില്ല എന്ന് ഈ കാര്യം അല്ലാഹു തആല ബോധ്യപ്പെടുത്താണ് 6, 7 ആയത്തുകളിലൂടെ. 8ാമത് മറ്റൊരു വിഷയത്തിലേക്ക് പ്രവേശിക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്കിനൂഹുന്ന മിൻ ഹൈസു സകൻതും മിൻ വുജ്ദികും വലാ തുളാറൂഹുന്ന ലിതുളയ്യിഖൂ അലൈഹിം. അസ്കിനൂഹുന്ന മിൻ ഹൈസു സകൻതും മിൻ വുജ്ദികും. നിങ്ങൾ താമസിക്കുന്നിടത്ത്, നിങ്ങളുടെ കഴിവിനനുസരിച്ചുള്ള സ്ഥലത്ത് നിങ്ങൾ അവളെ താമസിപ്പിക്കുക. പെണ്ണിനെ തലാഖ് ചൊല്ലുമ്പോൾ ആ പെണ്ണിനെ നിങ്ങളുടെ കഴിവിന്റെ പരമാവധി കഴിവനുസരിച്ച് നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ആ പെണ്ണിനെ താമസിപ്പിക്കുക. വലാ തുളാറൂഹുന്ന ലിതുളയ്യിഖൂ അലൈഹിം. അവർക്ക് പ്രയാസമുണ്ടാകാൻ, ഞെരുക്കമുണ്ടാകുന്ന രൂപത്തിൽ ഒരിക്കലും അതിനുവേണ്ടി അവരെ ഉപദ്രവിക്കാൻ പാടില്ല. എത്ര കൃത്യമായിട്ടും ഖണ്ഡിതമായിട്ടുമാണ് ഓരോരുത്തരുടെയും മാനസിക നിലയെ പരിഗണിച്ചുകൊണ്ടും ജീവിത നിലവാരത്തെ ഭദ്രമാക്കിക്കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കാൻ. അവർക്ക് ഒരു പ്രയാസം ഉണ്ടാക്കുന്ന രൂപത്തിൽ, ഞെരുക്കമുണ്ടാകുന്ന രൂപത്തിൽ ഒരിക്കലും അവരെ നിങ്ങൾ ഉപദ്രവിക്കാൻ പാടില്ല എന്ന് അല്ലാഹു തആല കൽപ്പിക്കുന്നു. ഇനി തലാഖ് ചൊല്ലപ്പെട്ട പെണ്ണ് ഗർഭിണിയാണെങ്കിൽ അവൾ പ്രസവിക്കുന്നത് വരെ അവൾക്ക് സംരക്ഷണം കൊടുക്കണം. ആ ഇദ്ദയുടെ ടൈം അതാണ്. 3 ശുദ്ധികാലമോ അല്ലെങ്കിൽ ആർത്തവകാരികൾ അല്ലെങ്കിൽ 3 മാസക്കാലം എന്ന് പറഞ്ഞത് അവൾക്ക് ബാധകമല്ല.
തലാഖ് ചൊല്ലപ്പെട്ട പെണ്ണ് ഗർഭിണിയാണെങ്കിൽ അവൾ പ്രസവിക്കുന്നത് വരെ അവൾക്ക് ചെലവ് കൊടുക്കൽ നിർബന്ധം. وَإِن كُنَّ أُولَاتِ حَمْلٍ فَأَنفِقُوا عَلَيْهِنَّ حَتَّى يَضَعْنَ حَمْلَهُنَّ. തുടർന്ന് അള്ളാഹു പറയുന്നത്, അവർ ഗർഭിണികളാണെങ്കിൽ പ്രസവിക്കുന്നത് വരെ അവർക്ക് നിങ്ങൾ ചെലവ് കൊടുക്കണം. അത് ഒരു പ്രധാനപ്പെട്ട ബാധ്യതയാണ്. നേരത്തെ പറഞ്ഞെടുത്ത് വീട്ടിൽ താമസിപ്പിക്കണം എന്ന് പറഞ്ഞെടുത്ത് തെറ്റിദ്ധാരണ ഉണ്ടാകാൻ പാടില്ല. ഒരു നിലക്കും യോജിച്ചു പോകാൻ കഴിയാത്തൊരവസ്ഥ. അതായത് ത്വലാഖ് ചൊല്ലപ്പെട്ട പെണ്ണ് ആ ഭർത്താവിന്റെ വീട്ടിൽ തന്നെ താമസിച്ചാൽ അതുകൊണ്ട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമെങ്കിൽ അവർ തമ്മിൽ എന്നും പ്രശ്നങ്ങൾ, വീണ്ടും വഴക്ക് വർദ്ധിക്കും. അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് അവളവിടെ നിർത്തിയാൽ എന്തെങ്കിലും നീചവൃത്തികൾ ഉണ്ടാകും. അത്തരം സാഹചര്യങ്ങളൊക്കെ വന്നാൽ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് അവൾക്ക് അവരുടെ വീട്ടിലേക്ക് പോകാം. അത് നേരത്തെ നമ്മൾ ഈ സൂറത്തിന്റെ ആദ്യ ഭാഗത്ത് വിശദീകരിച്ചു. ഗർഭിണികളാകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അവൾ പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് മുലയൂട്ടുക എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് മുല കൊടുക്കണം, അതിന്റെ ചെലവും ഇവൻ കൊടുക്കണം. അതാണ് ഖുർആൻ പറയുന്നത്, فَإِنْ أَرْضَعْنَ لَكُمْ فَآتُوهُنَّ أُجُورَهُنَّ. ആ തലാഖ് ചൊല്ലപ്പെട്ട പെണ്ണ് നിങ്ങൾക്ക് വേണ്ടി കുട്ടിക്ക് മുല കൊടുക്കുമ്പോൾ അതിന്റെ ചെലവിന് നിങ്ങൾ നൽകണം. ഈ മുലയൂട്ടൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ ഞായറാഴ്ച ഞായർ പ്രഭാതത്തിൽ ഒരു ഡോക്ടറുടെ ഒരു കുറിപ്പ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആരോഗ്യം നിലനിർത്താൻ വേണ്ട സുപ്രധാനമായ ഘടകങ്ങൾ അക്കമിട്ട് എഴുതിയിട്ടുണ്ട് ആ ഡോക്ടർ. അവർ രണ്ടാമതായിട്ട് പ്രധാനമായിട്ടും പറയുന്നൊരു കാര്യം, 2 വർഷമെങ്കിലും കുട്ടികൾക്ക് തുടർച്ചയായിട്ട് മുല കൊടുക്കണമെന്നാണ്. നമ്മുടെ മതത്തിൽ പെടാത്ത ആളുകൾ പോലും ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയുന്നത് നോക്കുന്നു. നമ്മുടെ മതത്തിൽപ്പെട്ടവർ, ഖുർആനെ പറ്റി പരിചയമുള്ളവർ എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ വൽ വാരിദാത്തു യുർളിന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈൻ, മാതാക്കൾ സ്വന്തം കുട്ടികൾക്ക് 2 വർഷം മുലപ്പാല് കൊടുക്കട്ടെ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞതിനോട് അത് പറഞ്ഞതാണെന്ന് പറയാൻ സാധ്യത. നേരെ മറിച്ച് നമ്മുടെ പുറത്തുള്ള ആളുകൾ പോലും നോക്കൂ, കൃത്യമായിട്ട് പറയുന്നു. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഖുർആൻ പറഞ്ഞ കാര്യമാണ്. പൂർണ്ണമായ 2 വർഷം കുട്ടികൾക്ക് മുല കൊടുക്കണം. മെഡിക്കൽ സയൻസ് പറയുന്നത് 6 മാസത്തിൽ ചുരുങ്ങാതിരിക്കണം, 2 വർഷത്തിൽ അധികരിക്കാതിരിക്കണം. കാരണം ഇവർക്ക് ഈ ശാസ്ത്രബോധം, ശരീരശാസ്ത്രത്തെ പറ്റി അറിയിച്ചു കൊടുക്കുന്നത് അള്ളാഹുവാണ്. ആ പ്രതിഭ കൊടുത്തത് അള്ളാഹുവാണ്. അവരെ കൊണ്ട് പറയിപ്പിക്കുന്നതും അള്ളാഹു. അതേ അള്ളാഹു തന്നെയാണ് സൂറത്തുൽ ബഖറയിൽ ഈ കാര്യം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇത് കൂട്ടിമുട്ടൽ വരില്ല. എന്തുകൊണ്ട്? അണ്ടകടാഹങ്ങളെ മുഴുവനും പടച്ച അള്ളാഹുവിനക്ക് കാര്യങ്ങൾ കൃത്യമായി അറിയാം. മുലയൂട്ടൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെ അല്ലാഹു തആല പ്രത്യേകം പറയാണ്, നിങ്ങൾക്ക് വേണ്ടി അവർ കുട്ടികളെ മുലയൂട്ടുമ്പോൾ അതിന് അവർക്ക് കൂലി കൊടുക്കണം, അതിന് ചെലവ് കൊടുക്കണം. മാത്രമല്ല വീണ്ടും അല്ലാഹു പറയുന്നത് വഅ്തമിറൂ ബൈനകും ബിമഅറൂഫ്, നിങ്ങൾക്കിടയിൽ നല്ല രൂപത്തിൽ നിങ്ങൾ കൂടിയാലോചന നടത്തണം. ഇത്തരം കാര്യങ്ങളൊക്കെ പരസ്പരം പറഞ്ഞ് ഒരു എല്ലാവർക്കും സ്വീകാര്യമായ ഒരവസ്ഥയിൽ എത്തിക്കണം. അതിന്റെ പേരിൽ വേറെ പ്രശ്നങ്ങളോ കുഴപ്പങ്ങളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. وَإِن تَعَاسَرْتُمْ فَسَتُرْضِعُ لَهُ أُخْرَى. ഇനി ആ വിഷയത്തിൽ വല്ല ഞെരുക്കവും നിങ്ങൾക്ക് അനുഭവപ്പെട്ടാൽ, പ്രയാസവും വന്നാൽ فَسَتُرْضِعُ لَهُ أُخْرَى, മറ്റൊരാൾ മുല കൊടുക്കട്ടെ എന്നാണ്. അപ്പൊ ആ കുട്ടിക്ക് മുല കൊടുക്കാൻ തലാഖ് ചൊല്ലപ്പെട്ട ഈ പെണ്ണിന് കഴിയാത്തൊരവസ്ഥയാണെങ്കിൽ മറ്റൊരു പെണ്ണിനെ ഏൽപ്പിക്കേണ്ടി വരും. എന്തായിരുന്നാലും മുലപ്പാല് പ്രധാനപ്പെട്ടതാണ്. 5 ബാങ്കിന്റെ ടൈം കഴിഞ്ഞിട്ട് മുല കൊടുക്കാൻ സമ്മതിക്കൂ എന്ന് വാശി പിടിച്ച ദമ്പതിമാരെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു. ഇല്ലാത്ത കാര്യം. അതുകൊണ്ടാണത് കേസും കൂട്ടവുമായി. എല്ലാവർക്കും അറിയാം.
നമ്മൾ ചിലരെ പറ്റി പറയും, ഒരു ചാത്തും മാത്തും ഇല്ലാത്തവനാണ് അവന്, ശാസ്ത്രം മതം ഇല്ലാത്തവനാണ്. കാരണം ഇവിടെ ശാസ്ത്രം പറയുന്നതും മതം പറയുന്നതും യഥാർത്ഥത്തിൽ ഈ വിഷയത്തിലൊന്ന്. ശാസ്ത്രം സത്യം പറയുമ്പോൾ മതം അതിനോട് ഏറ്റുമുട്ടില്ല. കാരണം യഥാർത്ഥ മതം പരിശുദ്ധമായ ഇസ്ലാം സംവിധാനിച്ച അള്ളാഹു തന്നെയാണ് ഈ സംവിധാനത്തെയും സംവിധാനിച്ചത്. ശാസ്ത്ര സത്യങ്ങളെ അത് കൂട്ടിമുട്ടലുണ്ടാവില്ല എന്നാണ്. മുലപ്പാലിന്റെ മഹാത്മ്യത്തിലേക്കും ആ കാര്യം അറിയിക്കണം. സ്ത്രീകൾക്ക് സ്തനാർബുദം കൂടാനുള്ള ഒരു കാരണം, 2 കാരണങ്ങൾ ഡോക്ടർമാർ പറയുന്നത്. ഒന്ന് വൈകിയുള്ള വിവാഹമാണ്. രണ്ടാമത്തത് മുലപ്പാലുണ്ടായിട്ടും പ്രസവിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് മുലപ്പാല് കൊടുക്കാൻ മടിക്കുന്നു സ്ത്രീകൾ എന്ന്. സ്തനത്തിന്റെ സൗന്ദര്യം നഷ്ടപ്പെടുമോ എന്നതാണ് അവരുടെ ഭയം. പക്ഷെ അത് സ്ത്രീക്ക് സ്തനാർബുദം വരാൻ കാരണമാകുന്നു എന്നാണ്. അതേസമയത്ത് മുലപ്പാല് കുട്ടി കുടിച്ചാലോ ആ കുട്ടിക്ക് ഭാവിയിൽ ക്യാൻസർ വരാതിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ പിന്നെ ഈ മുലപ്പാല് കൊടുക്കുന്നതിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആന്റെ നിലപാടും കാഴ്ചപ്പാട് അതൊരു വലിയ സംഭവമായിട്ട് പറയാം. ഖുർആൻ എത്ര ഇമ്പോർട്ടന്റ് പോയിന്റുകൾ മാത്രം സംസാരിക്കും, എത്ര പ്രധാനപ്പെട്ടത്. ഈ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നിലധികം സ്ഥലങ്ങളിൽ കാര്യങ്ങൾ പറയുന്നു. മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന കാര്യം പറഞ്ഞെടുത്ത് പ്രധാനമായിട്ട് പറയുന്ന ഒരു വസ്തുത മുലപ്പാല് കൊടുത്ത സംഗതിയാണ്. മുലയൂട്ടി വളർത്തിയതാണ് മാതാവ് എന്ന് പറയുന്നു. പിതാവ് അതിനൊരു കാരണക്കാരൻ. അപ്പൊ ഖുർആൻ ഇത്ര പ്രാധാന്യത്തോടെ കൂടെ പറയുമ്പോൾ ഇനി ഒരുപാട് നൂറ്റാണ്ടുകൾ അങ്ങനെ മാറി പോകുമ്പോൾ ഇനിയും പലതും അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ കഴിയും. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലിയുൻഫിഖ് ദൂ സഅതിൻ മിൻ സഅതി, അവന്റെ കഴിവിന്റെ പരമാവധി ചെലവഴിക്കട്ടെ. തലാഖ് ചൊല്ലപ്പെട്ട പെണ്ണിന് ഇദ്ദയുടെ കാലയളവിൽ ചെലവ് കൊടുക്കുന്ന വിഷയങ്ങളും കാര്യങ്ങളും പറയുമ്പോൾ വിശാലമായി കഴിവുള്ള ഒരാളാണെങ്കിൽ ആ കഴിവിനനുസരിച്ച് വിശാലമായ രൂപത്തിൽ ആ പെണ്ണിന് ചെയ്തു കൊടുക്കേണ്ടി വരും. وَمَنْ قُدِرَ عَلَيْهِ رِزْقُهُ فَلْيُنْفِقْ مِمَّا آتَاهُ اللَّهُ. എന്നാൽ അല്ലാഹു പറയുന്നു, ഒരാളുടെ മേലിൽ, ഏതൊരുത്തന്റെ മേലിൽ ആഹാരം കുടുസാക്കപ്പെട്ടുവോ അവൻ അല്ലാഹു നൽകിയതിൽ നിന്ന് ചെലവഴിക്കട്ടെ. ത്വലാഖ് ചൊല്ലിയ ഭർത്താവ് സാമ്പത്തികമായിട്ട് കഴിവ് വളരെ കുറഞ്ഞ ആളാണ്. ഇനി ത്വലാഖ് ചൊല്ലി എന്നതുകൊണ്ട് ആ പെണ്ണിനെ ചെലവ് കൊടുക്കുന്ന വിഷയത്തിൽ അവന്റെ കഴിവിൽ പെടാത്തത് അല്ലാഹു കൽപ്പിക്കുന്നില്ല. അവന്റെ കഴിവിനനുസരിച്ച് അവൻ സഹായിച്ചാൽ മതി. കഴിവുള്ള ആളുകൾ അതിനനുസരിച്ച് വേണം. ആഹാരം കുടിച്ചാക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോ ഭക്ഷണത്തിനും കാര്യങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാവും. ഇപ്പോ ഈ നോട്ട് മാറ്റപ്പെട്ട സമയത്ത് ഇപ്പോഴുള്ള അവസ്ഥ പോലെ തന്നെ ഒരു അഖീഖത്തറക്കുന്ന സന്ദർഭത്തിൽ, ഒരു മുടിയളീകലൊക്കെ നടക്കുന്ന സമയത്ത് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കിയിരുന്ന ഒരാള് 1000-500 നിരോധിച്ചതിന്റെ ശേഷം ഒരു മുടിയാളിക്കൽ നടത്തിയപ്പോ ആകെ ഒരു പൊറാട്ടയുണ്ട്, ചെറിയൊരു കോഴിക്കറിയുണ്ട്, അതൊന്നുമില്ല. അനുഭവം പറയും. അല്ലെങ്കിൽ എന്തായിരുന്നാലും പൊറാട്ട ഉണ്ടാവും, വെള്ളപ്പുണ്ടാവും, നൂൽപുട്ടുണ്ടാവും, പത്തിരി ഉണ്ടാവും, ചപ്പാത്തി ഉണ്ടാവും. കോഴി വേറെ, മട്ടന് വേറെ, പിന്നെ കാട വേറെ, അതൊരു ഐറ്റംസാണ്. ഇനി നല്ല ഐറ്റംസ് മത്സ്യം. ഇങ്ങനെ ജഗപൊക പരിപാടി നടത്തിയ ആളാണ് ഈ ആഴ്ചയിൽ. പൈസ വേണ്ടേ? ആളുകൾ നല്ല റാഹത്തോടുകൂടെ പൊറാട്ടെന്ന് പോയി. കാരണം ആകെ ഒരു പൊറാട്ടേ ഉള്ളൂ, വേറെ ഒടുക്കും തിരിയാല്ല. ഇപ്പോഴാണ് പൈസന്റെ വില അറിഞ്ഞത്. സ്ത്രീകളൊക്കെ അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അവ കഴിവിന്റെ, നമ്മള് സാമ്പത്തികമായി പ്രയാസം വരുമ്പോ ആ സമയത്തും ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പഠിക്കണമല്ലോ. ശരിക്കും അതിന്റെ അവസരം. ഈ സ്ട്രോക്കൊക്കെ സംഭവിച്ചാൽ വളരെ സാവകാശം ശരിയാവും. ഞാൻ അതിന്റെ ഉദാഹരണം എന്നതുപോലെ ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ വളരെ സാവകാശം ശരിയാവൂ എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ആളുകളൊക്കെ ആകെ ഭയപ്പെട്ടില്ല. നമ്മൾ ഓർക്കണം സഹോദര, നമ്മളെപ്പോലെയുള്ള സഹോദരങ്ങൾ സിറിയയിൽ നിന്ന് പലായനം ചെയ്യുന്നു. നമുക്കിത് കഴിഞ്ഞാൽ വീട്ടിൽ പോവാം, അല്ലെങ്കിൽ ജോലിക്ക് പോകാം. വൈകുന്നേരം സഹോദര നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് വന്ന് വാതിലൊക്കെ ഭദ്രമായി അടച്ച് ഉള്ള സൗകര്യം അനുസരിച്ച് സുഖമായിട്ട് കിടക്കാം. സിറിയയിലേക്ക് നോക്കും, 10,000 കണക്കിന് ആളുകൾ പലായനം ചെയ്യുന്നു. വീടുണ്ടാവും,
ഭക്ഷണമുണ്ടോ? ഉടുത്ത വസ്ത്രമില്ലാതെ വേറെ വസ്ത്രമുണ്ടോ? ആ കൂട്ടത്തിൽ ഗർഭിണികളുണ്ട്, ചെറിയ കുട്ടികളുണ്ട്, വൃദ്ധന്മാരുണ്ട്, വൃദ്ധകളുണ്ട്. ഒരു സിറിയയിൽ മാത്രമല്ല, യമനിലും. ഫലസ്തീന്റെ മണ്ണിൽ നിന്ന് പോകുന്നു, ഫലസ്തീന്റെ മണ്ണിൽ നിന്ന് പോകുന്നു. ഇങ്ങനെ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും പല ജാതി പ്രശ്നങ്ങൾ കാരണം അവരൊക്കെ അവസ്ഥ ഒന്ന് ഓർക്കാൻ ഈ സമയത്ത് നമുക്ക് നല്ല അവസരം. ചെറിയൊരു ബുദ്ധിമുട്ട് വന്നപ്പോഴേക്ക് നമ്മൾ എത്ര പേടിച്ചു. ഈ അടുത്ത് ആകസ്മികമായി ഒരു ചെറുപ്പക്കാരൻ പെട്ടെന്ന് മരിച്ചിരുന്നു. ഈ നോട്ടിന്റെ പ്രശ്നം വന്നപ്പോ വേറൊരാള് പറയാണ് ഓനൊക്കെ രക്ഷപ്പെട്ടു, മരിച്ചത് നന്നായി. അപ്പൊ ഇയാൾ എത്രമാത്രം പേടിക്കും. ഇതിപ്പോ കയ്യിൽ സാധനമുണ്ട്, മാറ്റാൻ പറ്റായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ബാങ്കിലുണ്ട്, ഇങ്ങോട്ട് എടുക്കാൻ കഴിയാത്ത. ഇതിൽ രണ്ടിലും പെടാത്ത എത്ര ആളുകളുണ്ട്? സാധനം കയ്യിലില്ല, ബാങ്ക് ബാലൻസും ഇല്ല, ജോലി മുടങ്ങി കിടക്കുക. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അത്തരം ആളുകളൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്ന സമയത്ത് നമ്മളെ വല്ലാതെ അവരെ സഹായിക്കണം. കാരണം വളരെയധികം ബുദ്ധിമുട്ടുന്നവരാണ്. നല്ല മാതൃകകൾ ഈ സമയത്ത് നമ്മൾ സൃഷ്ടിക്കണം. ആവശ്യമുള്ള സമയത്തുള്ള സഹായിക്കണം. അതിന് അങ്ങനെ ഒരു മനസ്സിപ്പുണ്ടാവില്ല. പരമാവധി പൂർത്തി വെക്കാനാ നോക്കുക. നമുക്ക് ബുദ്ധിമുട്ട് വരുമോ എന്ന് വിചാരിച്ചു. എന്റെ ആവശ്യമില്ല. പൂർത്തി വെക്കുന്ന 100ന്റെ നോട്ട് നമ്മുടെ പ്രധാനമന്ത്രി ഒരു സുപ്രഭാതത്തിൽ അതും പറ്റില്ല എന്ന് പറയാൻ സാധ്യത. അതിന്റെ കാര്യം അത്രയേ ഉള്ളൂ. ഞാൻ പറയുന്നത് സഹോദര, ഇവിടെ കഴിവിന്റെ പരമാവധി ഒരാൾ ചെലവ് ചെയ്യണം. തന്റെ തലാഖ് ചൊല്ലപ്പെട്ട ഭാര്യ കുടുസാക്കപ്പെടുകയാണെങ്കിൽ ഉള്ളത് ചെലവാക്കിയാൽ മതി. കാരണം എന്താ അള്ളാഹു പറയുന്നത്? ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ മാ ആതാഹാ. അള്ളാഹു അവൻ നൽകിയത് ചെലവഴിക്കാനല്ലാതെ ഒരിക്കലും അള്ളാഹു നിർബന്ധിപ്പിക്കുകയില്ല. കഴിവിൽപ്പെട്ടത് കൽപ്പിച്ചിട്ടേ കാര്യമുള്ളൂ. അതുകൊണ്ട് അല്ലാഹു തആല കഴിയാത്തത് ഒരിക്കലും നിർബന്ധിപ്പിക്കില്ല. സയജഅലുല്ലാഹു ബഅദ ഉസ്രി യുസ്റാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഞെരുക്കത്തിന് ശേഷം ഒരു എളുപ്പമുണ്ടാക്കിയേക്കാം. അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ആ ഇദ്ദയുടെ സമയത്ത് ആ പെണ്ണിനെ തന്റെ വീട്ടിൽ തന്നെ താമസിപ്പിച്ച് ചെലവ് കൊടുക്കുമ്പോ ഒരു എളുപ്പം അള്ളാഹു ഉണ്ടാക്കിയേക്കാം. ചിലപ്പോൾ അവർ തമ്മിലുള്ള പ്രശ്നം അങ്ങനെ തീരും. ഇദ്ദന്റെ മുമ്പ്, കഴിയുന്നതിന് മുമ്പ് മടക്കിയെടുക്കാനുള്ള സാധ്യത. പിന്നെ ഏതൊരു പ്രയാസവും അങ്ങനെ തന്നെ. എല്ലാ കാലത്തും പ്രയാസം ഉണ്ടാകുമെന്ന് കരുതരുത്. എല്ലാ കാലത്തും പ്രയാസം ഉണ്ടാകുമെന്ന് കരുതരുത്. എല്ലാ കാലത്തും നമുക്ക് സുഖമാകുമെന്നും അതും കരുതാൻ പാടില്ല. അതുകൊണ്ടാണ് സഹോദര, ജീവിതത്തിൽ നമുക്ക് വിശാലതയും സുഭിക്ഷതയും ലഭിക്കുമ്പോ നമ്മൾ അമിതമായി സന്തോഷിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഖാറൂൻ എന്ന് പറയുന്ന ലോക മുതലാളിയോട് തന്റെ നാട്ടിലെ ജനങ്ങൾ, സദുവൃത്തരായ ആളുകൾ, മോനേടാജ് അമിതമായി അഹങ്കരിക്കരുത്, സന്തോഷിക്കരുത്. മിതമായും അഹങ്കരിക്കാൻ പാടില്ല, മിതമായി സന്തോഷിക്കാം. അമിതമായി സന്തോഷിക്കാൻ പാടില്ല എന്ന് തന്റെ ജനത അദ്ദേഹത്തെ ഉണർത്തി. അദ്ദേഹം അത് കേട്ടില്ല. അവസാനം എല്ലാ സമ്പത്തും പോയില്ല. സഹോദര, അവന്റെ കൊട്ടാരവും അവന്റെ വീടും അവന്റെ സൗകര്യങ്ങളും അവന്റെ അലമാരകളിലുള്ള സ്വർണത്തിന്റെ ആഭരണങ്ങളും മുത്തുരത്നങ്ങളും അടക്കം മുഴുവനും ഭൂമിയിലേക്ക് അള്ളാഹു ആഴ്ത്തി. അവനെയും അള്ളാഹു തആല ഭൂമിയിലേക്ക് ആഴ്ത്തി. അത്രേ അതിന്റെ ഉള്ളൂ അതിന്റെ കാര്യം. അവ അമിതമായിട്ട് സന്തോഷിക്കാൻ പാടില്ല. എന്നാൽ പ്രയാസങ്ങളും കാര്യങ്ങളും വരുമ്പോ അമിതമായി ദുഃഖിക്കാനും പാടില്ല. ദുന്യാവല്ലേ, എന്ത് തന്നെ വന്നാലും ആ സമയത്ത് നമുക്ക് നല്ല ക്ഷമ വേണം. അള്ളാഹു തആല ഒരു ഞെരുക്കത്തിന്റെ ശേഷം ഒരു എളുപ്പം ഉണ്ടാക്കിയേക്കാം. നബിയോട് പോലും അള്ളാഹു പറഞ്ഞത് ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ, ഇന്ന മഅൽ ഉസ്രി യുസ്റാ. ഒരു ഞെരുക്കത്തോടൊപ്പം ഒരു എളുപ്പമുണ്ടാകും. ഒരു ഞെരുക്കത്തോടൊപ്പം ഒരു എളുപ്പമുണ്ടാവുക തന്നെ ചെയ്യും. ആവർത്തിച്ചു പറഞ്ഞു അള്ളാഹു തന്നെ, ആവർത്തിച്ചു പറഞ്ഞു. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ തിരുദൂതർ ആ സൂറത്ത് ഓതിയതിന്റെ ശേഷം തക്ബീർ മുഴക്കി. അള്ളാഹുവിന്റെ തിരുദൂതർക്ക് വളരെയധികം ആശ്വാസം പകർന്ന സൂറത്താണത്. അൻ-നസ്ർ സൂറത്തിൽ പറയുന്നില്ല ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ, ഇന്ന മഅൽ ഉസ്രി യുസ്റാ. അതുകൊണ്ടാണ് നമ്മുടെ ഞെരുക്കങ്ങൾ തീരാനാണ് നിസ്കാരത്തിന്റെ ശേഷം 10 പ്രാവശ്യം വീതം ആ സൂറത്ത് ഓതൽ സുന്നത്ത്. അൻ-നസ്ർ. 2 കാര്യം. ഒന്ന്, അള്ളാഹു അവന്റെ ഉപജീവനത്തിൽ വിശാലത നൽകും.
രണ്ടാമത്തത് ഒരുപാട് ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖ് ലഭിക്കും. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇബാദത്തുകൾ കൂടുതൽ എടുക്കാനുള്ള മനസ്സ്, അതിനുള്ള ആരോഗ്യം തോന്നണല്ലോ. ഇത് നിസ്കാരം പോലും മടിയോടുകൂടെ നിർവഹിക്കുന്നവരുണ്ട്. സാക്ഷാൽ മുനാഫിക്കുകളുടെ സ്വഭാവം നമുക്കങ്ങനെ ഉണ്ടാകരുത്. നിസ്കാരത്തിനൊരു മടുപ്പ്. ഭക്ഷണമൊക്കെ ഇശാക്ക് നല്ല ചോറൊക്കെ തിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താ പറയാ, ഇപ്പൊ നിസ്കരിക്കണം, ഒരു വെറുപ്പോട് കൂടെ. നേരെ മറിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ചോറ് തിന്നണല്ലോ അങ്ങനെ പറയില്ല. പറയുകയാണെങ്കിൽ തന്നെ അൽഹംദുലില്ലാഹ് ഇപ്പൊ ചോറ് തിന്നണം. രണ്ടും വ്യത്യാസം. റമളാന്റെ തൊട്ട് മുമ്പ് 29-ന് ചില ആളുകളൊക്കെ ഉണ്ടൊരു ചോദ്യം, കാണും ഉസ്താദേ എന്ന മാസം, അഥവാ കണ്ടാതാണ് റമളാനാവും, ഒരു ഇടങ്ങേറ്. റമളാൻ 29-നും കാണൂല ഉസ്താദേ, എന്നാ ഒരു നോമ്പ് ഒഴിവായി കിട്ടും. ഇത് രണ്ടും വ്യത്യാസം. നുള്ളു പിച്ച് എന്ന് പറഞ്ഞവർക്കാ രണ്ടും ഒരുപോലെയാണെങ്കിലും പിച്ചിപ്പൂവെന്ന് പറയലുണ്ട്, നുള്ളിപ്പൂവെന്ന് എന്തേലില്ല, പറിച്ചില്ല. എന്നതുപോലെയാണ് പ്രയോഗത്തിൽ ഒരേപോലെയാണെങ്കിലും വ്യത്യാസം. സഹോദര, ഇബാദത്തിന് ഒരു തൗഫീഖ് വേണം, കൂടുതൽ കർമ്മങ്ങൾ ചെയ്യാനുള്ള മനസ്സ് വേണം. അത് ഉണ്ടാകാനുള്ള നല്ലൊരു മരുന്നാണ്. എല്ലാ ഫർള് നിസ്കാരങ്ങൾക്കും ശേഷം 10 പ്രാവശ്യം വീതം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റക അല്ലദീ അൻഖള ളഹ്റക വറഫഅനാ ലക ദിക്റക ഫഇന്ന മഅൽ ഉസ്രി യുസ്റൻ ഇന്ന മഅൽ ഉസ്രി യുസ്റാ فإذا فرغت فانصب وإلى ربك فارغب. തെറ്റാതെ ഓതണം. ഒരു സുബഹിന്റെ ശേഷം 10 വീതം നമ്മൾ ഓതുന്നൊരവസ്ഥ ഉണ്ടായാൽ രണ്ട് കാര്യമാണ്. ഒന്ന്, ദുനിയാവിൽ നമ്മുടെ ജീവിതത്തിൽ വിശാലത കിട്ടും, നമ്മുടെ ഉപജീവനത്തിൽ വിശാലത കിട്ടും, നമ്മുടെ കടങ്ങൾ വീടാൻ. സഹോദര, നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം, നമ്മുടെ മക്കളുടെ വസ്ത്രം, അവർക്ക് വേണ്ട പാർപ്പിടം. ഇന്നത്തെ മാറിയ സാഹചര്യത്തിൽ ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് ചെലവുകളുണ്ടാവും. അതിലൊക്കെ അല്ലാഹു തആല വിശാലത നൽകും. എന്താണോ ജോലി? കൂലിപ്പണിയാണോ? ആള് വിദേശത്താണോ? അതോ ഒരു ബിസിനസ്സുകാരനോ? അതോ ഒരു കച്ചവടക്കാരനോ? ആരാണെങ്കിലും ആ വിഷയത്തിലൊക്കെ അല്ലാഹു തആല കടങ്ങളൊന്നും ഇല്ലാതെ ഒരു നല്ല റാഹത്തായ അവസ്ഥ മതിയല്ലോ. വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. അവൻ ഞെരുക്കത്ത് ആ രണ്ട് പ്രാവശ്യം അല്ലാഹു ആവർത്തിച്ച് പറയുന്നുണ്ട്. അത് ഇന്ന മഅൽ ഉസ്രി യുസ്റൻ ഇന്ന മഅൽ ഉസ്രി യുസ്റാ. അത് തന്നെയാണ് സഹോദര ഇവിടെയും. സയജഅലുല്ലാഹു ബഅദ ഉസ്രി യുസ്റാ. ഒരു ഞെരുക്കത്തിന്റെ ശേഷം അല്ലാഹു തആല എളുപ്പത്തെ അല്ലാഹു തആല ഉണ്ടാക്കിയേക്കാം. അതുകൊണ്ട് ഈ വിഷയത്തിൽ അല്ലാഹു പറഞ്ഞ കാര്യം സ്വീകരിക്കണമെന്നാണ്. ഇനി അടുത്ത ആയത്തിൽ 8, 9 ആയത്തുകളിലൂടെ അല്ലാഹു പറയുന്ന വിഷയം വളരെ ശ്രദ്ധേയമാണ്. അല്ലാഹു പറയുന്നു, വകഅയ്യിൻ മിൻ ഖറിയത്തിൻ അതത് അൻ അംരി റബ്ബിഹാ വറുസുലി ഫഹസബ്നാഹാ ഹിസാബൻ ശദീദാ വഅദബ്നാഹാ അദാബൻ നുക്റാ. അല്ലാഹു പറയുന്നത് വകഅയ്യിൻ മിൻ ഖറിയ, എത്രയെത്ര ഗ്രാമങ്ങളാണ്. അതത് അൻ അംരി റബ്ബിഹാ വറുസുലി, ആ ഗ്രാമങ്ങൾ, അതായത് ആ ഗ്രാമവാസികൾ, ആ നാട്ടുകാർ അവരുടെ രക്ഷിതാവിനെയും അതുപോലെ തന്നെ അവരുടെ രക്ഷിതാവിൽ നിന്നുള്ള പ്രവാചകന്മാരെയും നിഷേധിച്ചു, അവർക്ക് എതിര് പ്രവർത്തിച്ചു. അങ്ങനെയുള്ള എത്രയെത്ര നാട്ടുകാർ. ഫഹസബ്നാഹാ ഹിസാബൻ ശദീദാ, നാം അവരെ ശക്തമായ രൂപത്തിൽ വിചാരണ ചെയ്തു. വഅദബ്നാഹാ അദാബൻ നുക്റാ, അവരെ കണിശമായ രൂപത്തിൽ നാം ശിക്ഷിക്കുകയും ചെയ്തു. അങ്ങനെ എത്രയെത്ര ഗ്രാമങ്ങളാണ്. ഫദാഖത് വബാല അംരിഹാ, കാര്യത്തിന്റെ അനന്തരഫലം അവർ ആസ്വദിച്ചു. വകാന ആഖിബത്തു അംരിഹാ ഖുസ്റാ, അതിന്റെ പര്യവസാനം അത് നഷ്ടത്തിലായിരുന്നു, പരാജയത്തിലായിരുന്നു. അല്ലാഹു പറയുന്ന എത്രയെത്ര നാടുകൾ. ആ നാട്ടുകാര് അവരുടെ രക്ഷിതാവിനെയും, അതായത് അല്ലാഹു ആ രക്ഷിതാവിൽ നിന്നുള്ള ദൂതന്മാരെ, പ്രവാചകന്മാരെ നിഷേധിച്ചു കളഞ്ഞു, അവർ തള്ളിക്കളഞ്ഞു. അവർ
അവർ പറഞ്ഞതിന് വിരുദ്ധമായ നിലപാട് സ്വീകരിച്ചതുകൊണ്ട് നാം അവരെ ശക്തമായ രൂപത്തിൽ വിചാരണ ചെയ്തു. فحاسبناها حسابا شديدا وعذبناها عذابا نكرا. അല്ലാഹു തആല പറയുന്നു, അങ്ങനെയുള്ള എത്ര നാടുകൾ. ഇത് എന്തിനാണ് അല്ലാഹു തആല ഈ കഥ പറയുന്നത്? ഇതേ അവസ്ഥ നിങ്ങൾക്കും വരാതിരിക്കാൻ നിങ്ങൾ ഏറെ ശ്രദ്ധിക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഖുർആനിൽ തന്നെ ഇത് സംബന്ധമായിട്ട് അല്ലാഹു വേറെയും ചില ആയത്തുകളിലൂടെ പറയുന്നു, വിശദമായിട്ട് പറയുന്നുണ്ട്. ഒരുപാട് നാടുകളെ അല്ലാഹു തആല നശിപ്പിച്ച സംബന്ധമായിട്ട് അല്ലാഹു തആല പറയുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് സൂറത്തുൽ അഅറാഫിൽ അല്ലാഹു തആല പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വമാ അർസൽനാ ഫീ ഖറിയത്തിൻ മിൻ നബി ഇല്ലാ അഖദ്നാ അഹ്ലഹാ ബിൽബഅ്സാഇ വദ്ദറാഇ ലഅല്ലഹും യളറഊൻ. സൂറത്തുൽ അഅറാഫിൽ അല്ലാഹു പറയുന്നത്, ഏതൊരു നാട്ടിലേക്കും ഏതൊരു നബിയെയും നാം നിയോഗിച്ചാലും ആ നാട്ടുകാര് അവരെ നാം സാമ്പത്തിക ഞെരുക്കം കൊണ്ടും ശാരീരിക പ്രയാസം കൊണ്ടും പിടിക്കാതിരുന്നിട്ടില്ല. നോക്കണം, അല്ലാഹു തആല ഇന്ന് നമ്മൾ വിശദീകരിക്കുന്ന ആയത്തിൽ പറയുന്ന എത്രയെത്ര നാടുകൾ ആ ഗ്രാമവാസികൾ പ്രവാചകന്മാരെയും അള്ളാഹുവിനെയും അവർക്ക് ധിക്കാരം കാണിച്ചതുകൊണ്ട് അവരെ പിടിച്ചു ശിക്ഷിച്ചു എന്നാണ്. അറാഫ് സൂറത്തിൽ പറയുന്നത്, ഏതൊരു നാട്ടിലേക്ക് ഒരു നബി അയച്ചാലും ആ ജനതയെ, ആ അഹ്ലുകാരെ ബഅ്സാഹ് കൊണ്ടും ലറാഹ് കൊണ്ടും നാം പിടിക്കാതിരുന്നിട്ടില്ല. ബഅ്സാഹ് എന്ന് പറഞ്ഞാൽ അതിൽ പെടുന്നത് സാമ്പത്തികമായ ഞെരുക്കങ്ങളാണ്. ലറാഹ് എന്ന് പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം ശാരീരികമായിട്ട് രോഗങ്ങളും കാര്യങ്ങളുമാണ്. അത് അള്ളാഹു ഒരു ശിക്ഷയായിട്ട് കൊടുക്കും. ലഅല്ലഹും യളറഊൻ. അള്ളാഹു പറയുന്നു, അവർ വിനയാന്വിതരാകുന്നതിന് വേണ്ടിയാണത്. അതായത് അള്ളാഹുവിനും റസൂലിനും ധിക്കാരം കാണിക്കുന്നത് കൊണ്ട് അള്ളാഹ് ദുന്യാവിനെ പിടിച്ച് ശിക്ഷിക്കുന്നത്. ആ ശിക്ഷയുടെ ഒരു ഭാഗം എന്താണ്? ഒന്നുകിൽ സാമ്പത്തിക ഞെരുക്കം നൽകും, അല്ലെങ്കിൽ ശാരീരികമായി രോഗങ്ങൾ നൽകുന്നു. ഇത് രണ്ടും നമ്മൾ അനുഭവിക്കണം. ഇത് ശിക്ഷാരൂപത്തിൽ അല്ലാഹു തആല നൽകുന്ന എന്തിനാ? ഓ വിനയുള്ള ആളാ, അങ്ങനെ ധിക്കരിച്ച് നടക്കുകയാണ്. ചില ആളുകളൊക്കെ പറ്റ പിടുത്തം വിട്ട് നടന്നാലും ഒരു നെഞ്ചുവേദന ഉണ്ടായാൽ കള്ളുടിയാണ് നിർത്തുന്നത്. പേടിച്ചു. അൽഹംദുലില്ലാഹ്, നന്നായി. അയാൾക്ക് അതിന് തന്നെയാണ് നെഞ്ചുവേദന കൊടുത്തത്. അങ്ങനെ നന്നായ കുറെ ആളുകളുണ്ട്. അങ്ങനെ നന്നായ ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു തന്നെ പറയുന്നത്, ലഅല്ലഹും യളറഊൻ. അവർ വിനയമുള്ള ധിക്കാരം കാണിച്ചു നടക്കുകയാണ്, മനുഷ്യന്മാരെ തെറ്റെയ്തിട്ട്. അപ്പൊ അള്ളാഹു തആല സാമ്പത്തികമായ ഞെരുക്കമോ അല്ലെങ്കിൽ ശാരീരികമായ പ്രയാസമോ നൽകുമ്പോ ഒന്നിനും ശരിയാവും. അത് നമ്മൾ ശരിക്കും ഇന്ന് അനുഭവിക്കും. അള്ളാഹുവിനെ മറന്ന് ജീവിക്കുന്ന ആളുകൾക്ക് സാമ്പത്തികമായ ഒരു ഞെരുക്കപ്പ് അള്ളാഹു നൽകി. എന്താ വേണ്ടത്? വിനയുണ്ടായ. ഒന്ന് ശരിക്കും മനസ്സിലാക്കുക. ഇതുവരെ ഒരു പാവത്തിനെ സഹായിക്കാൻ പറഞ്ഞാൽ മനസ്സിലായിരുന്നു, കാരണം അത് ബുദ്ധിമുട്ടറിഞ്ഞില്ല. സീറോയിൽ നിന്ന് വന്ന ചില ആളുകളുണ്ടാവും, ഇപ്പൊ ഹീറോ ആയിട്ടുണ്ടാവും. വന്ന വഴി മറന്നിട്ടില്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കും. ചില ആളുകൾ നേരെ മറിച്ച്. എനിക്ക് വളരെ സന്തോഷകരമായൊരു സംഗതി, ഒരു ക്ലാസ് കഴിഞ്ഞ് സംഘാടകരിൽപ്പെട്ട ഒരു 8-10 ആളുകൾ, മുതിർന്നവർ എല്ലാവരും കൂടി ചായ കഴിക്കുക. ആ സമയത്ത് അതിലെ ഒരു ഓട്ടോ ഡ്രൈവർ, ഒരു പാവപ്പെട്ട ഓട്ടോ ഡ്രൈവർ പറഞ്ഞു, എന്നോട് പറയാണ്, എല്ലാരും കൂടി വട്ടത്തിലിരിക്കുമ്പോ പറയാണ്, വളരെയധികം പ്രയാസപ്പെട്ടു, പൈസ ഇല്ലാതെ. അപ്പൊ മുന്നിലൊരാൾ ഇരിക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ, അയാളെ പേര് പറഞ്ഞു, അയാൾക്ക് വിളിച്ചു, ഒരു 2000 രൂപ വേണമെന്ന്. അത് കിട്ടിയത് കൊണ്ട് തൽക്കാലം ബുദ്ധിമുട്ട് തീർന്നു. നേരെ മുന്നിലിരിക്കുന്ന ആള്, അയാളെ പേര് പറഞ്ഞു, അവന്റെ അടുത്ത് 2000 വാങ്ങി ഇന്നലെ പോയി. അപ്പൊ അപ്പുറത്തുള്ള ആള് പറയണം, അത് ശരി, ജന്റെ അടുത്തുള്ള 2000 ഓന് കൊടുത്തിട്ട് എന്നോട് 3000 ചോദിച്ചല്ലേ. ഓ, അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം. അതാണ് സത്യവിശ്വാസം. അപ്പൊ നോക്കൂ, ഈ സഹോദരൻ ആ സഹോദരന്റെ ആകെയുള്ള 2000 രൂപ ഈ ഓട്ടോ ഡ്രൈവർ ചോദിച്ചപ്പോ ആ സഹോദരന് കൊടുത്തിട്ടുണ്ട്. അടുത്തൊന്നുമില്ല. ആ വിവരം ഇയാളോട് പറഞ്ഞിട്ടില്ല. ഇയാള് വളരെ കൂളായിട്ട് വാങ്ങിപ്പോയി. എന്നിട്ട് അയാൾക്ക് ഒന്ന് നമ്മൾ നിന്ന് തിരിയാന്ന് പറയില്ല, അതിന് വേറൊരാൾക്ക് 3000 വാങ്ങി. ഞാൻ അപ്പൊന്നും വേണ്ടിയില്ലട്ടോ, മനസ്സിലവിടെ കോറിയിട്ടു.
ഭയങ്കര സന്തോഷം. യർമൂക്കിന്റെ പടക്കളത്തിൽ പരസ്പര സ്നേഹത്തിന്റെ ഉദാഹരണമായി മൂകസാക്ഷിയായി ഒരു പാത്രം തോൽപാത്രത്തിൽ വെള്ളം ബാക്കിയായ സംഭവമാണ്. മാരകമായ പരിക്ക് പറ്റി കിടക്കുന്ന ആൾക്ക് വെള്ളം വേണം. ഒരു സ്വഹാബി തോൽപാത്രത്തിൽ കൊണ്ടുകൊടുത്തു. അപ്പോഴാണ് അപ്പുറത്ത് നിന്ന് ഞരക്കം. ഇയാൾ ഇഷാറത്താക്കി, ഉണ്ടാകാൻ കഴിയില്ല. കൊടും ദാഹത്തിന്റെ ടൈമിലാണ് ചുണ്ടോട് അടുപ്പിച്ച വെള്ളപാത്രം കുടിക്കാതെ ഇഷാറത്താക്കിയത്. അതാണ് സ്നേഹം, മുഅ്മിനീങ്ങൾ തമ്മിലുള്ള സ്നേഹം. അത് അപ്പുറത്തേക്ക് കൊണ്ടുപോയി. അപ്പോഴാണ് അപ്പുറത്തുനിന്ന് മറ്റൊരു ഞരക്കം. അവ രണ്ടാമത്തെ ആൾ ഇഷാറത്താക്കി. കൊണ്ടുപോകുന്ന സ്വഹാബി മൂന്നാമത്തെ ആളുടെ അരികിലെത്തിയപ്പോഴേക്ക്, കൊടുക്കാൻ ഒരുങ്ങിയപ്പോഴേക്ക് കഴിഞ്ഞു, അദ്ദേഹം ഷഹീദായി. ഉടൻ തന്നെ ഇപ്പുറത്ത് കിടക്കുന്ന രണ്ടാമത്തെ ആളെടുത്ത് ഓടി വന്നു, അയാൾക്കെല്ലാം ഉപകരിക്കട്ടെ. അപ്പോഴേക്ക് അയാൾ ഷഹീദായി. ആദ്യത്തെ ആൾക്ക് കൊടുക്കാന്ന് കരുതിയിട്ട് ആദ്യത്തെ ആളുടെ അരികിലേക്ക് പരക്കം പായാണ്, അയാളും ഷഹീദായി. നോക്കൂ നിങ്ങൾ, സ്നേഹത്തിന്റെ വലിയൊരു ഉദാഹരണം. അതാണ് വേണ്ടത്, അതാണ് യഥാർത്ഥത്തിലുള്ള മാതൃക. ഞാൻ പറഞ്ഞു വരുന്നത് സഹോദര, എല്ലാവർക്കും ആ കാര്യങ്ങളൊക്കെ ബോധ്യം വരുന്നൊരവസ്ഥ വന്നു. അതുകൊണ്ട് പണം കൊണ്ട് അഹങ്കരിച്ച പല ആളുകൾക്കും ഇപ്പൊ വളരെ വിനയം. സാധനം ഇഷ്ടം പോലെ ഉണ്ട്, കയ്യിലില്ല, ഞാൻ ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട് അപ്പോഴാണ് അറിയുന്നത്. അല്ലാഹു തആല തെറ്റ് ചെയ്യുന്ന ആളുകളെ സാമ്പത്തിക ഞെരുക്കം കൊടുത്ത് പരീക്ഷിക്കും, അതോടുകൂടെ ശാരീരികമായ പ്രയാസം. എന്നാൽ ഇത് മുഅ്മിനീങ്ങൾക്ക് ഖൈറായിട്ട് വരും. അതിനെപ്പറ്റി അൽ ബഖറയിൽ പറയുന്നത് എങ്ങനെ? വസ്സാബിരീന ഫിൽ ബഅസാഇ വല്ലറാഇ വഹീനൽ ബഅസ് ഉലൈകല്ലദീന സദഖൂ വഉലൈക ഹുമുൽ മുത്തഖൂൻ. എന്താണ് ആയത്തിലെ? സാമ്പത്തിക ഞെരുക്കം വരുന്ന സമയത്ത് ക്ഷമിക്കുന്ന മുഅ്മിനീങ്ങൾ, അതുപോലെ ശാരീരികമായ പ്രയാസം വരുമ്പോഴും യുദ്ധഘട്ടങ്ങളിലും ക്ഷമിക്കുന്നവർ, ഉലൈകല്ലദീന സദഖൂ, അവരാണ് സത്യവാന്മാർ, വഉലൈക ഹുമുൽ മുത്തഖൂൻ, അവരാണ് യഥാർത്ഥ മുത്തഖീങ്ങൾ. അത് അൽ ബഖറയിൽ പറയുന്നു. ഇവിടെ അല്ലാഹു അഅറാഫിൽ പറയുന്നതോ وما أرسلنا في قرية من نبي إلا أخذنا أهلها بالبأساء والضراء. ഏതൊരു നബി ഏതൊരു നാട്ടിലേക്ക് നാം അയച്ചാലും ബാക്കി നമ്മൾ കൂട്ടിക്കൊടുക്കണം. അത് വേറെ ആയത്തിൽ വരുന്നുണ്ട്. ആ പ്രവാചകന്മാരെ ആ നാട്ടുകാര് നിഷേധിക്കുമ്പോ, തള്ളിക്കളയുമ്പോ, അള്ളാനെ മറന്ന് ജീവിക്കുമ്പോ സാമ്പത്തിക ഞെരുക്കം, ശാരീരികമായ പ്രയാസം അവർക്ക് നൽകിയിട്ട് അവരെ പരീക്ഷിക്കുന്നതാണ്. അതെന്തിനാണ്? അവർ തെറ്റിതിരുത്തി മടങ്ങാൻ വേണ്ടിയാണ്. അപ്പൊ ചിലരെന്ത് പറയുന്നറിയോ? ചിലര് പറയും, അത് ഞങ്ങളെ പൂർവീകർക്കൊക്കെ ഉണ്ടായിരുന്നു, ചിലപ്പോ അസുഖവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ചിലപ്പോ ഉണ്ടാവില്ല, ഇതൊന്നും വലിയ കാര്യമല്ല. അള്ളാഹുവിനെ അംഗീകരിക്കാതെ വാശി പിടിച്ചു. അതുകൊണ്ട് അവരെ പറ്റി അള്ളാഹു ഇങ്ങനെ പറയുന്നു, വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർദ് വലാകിൻ കദ്ദബൂ ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ. നമ്മളിപ്പോ വിശദീകരിക്കുന്ന തലാഖ് സൂറത്തിലെ എന്ന ആയത്തിന്റെ വിശദീകരണമാണ് അറാഫിൽ. അള്ളാഹു പറയുന്ന എത്രയോ നാടുകൾ നാം അവരെ ശിക്ഷിച്ചു. അതിന്റെ കാരണം അല്ലാഹു പറയുന്നു, ആ നാട്ടുകാര്, ശിക്ഷിക്കപ്പെട്ട നാട്ടുകാരുണ്ടല്ലോ, അവർ സത്യത്തിൽ വിശ്വസിക്കുകയും തഖ്വയുള്ളവർ ആവുകയും ചെയ്തിരുന്നുവെങ്കിൽ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർദ്, ആകാശങ്ങളിൽ നിന്നും ഭൂമിയിൽ നിന്നും അനുഗ്രഹങ്ങളുടെ വാതിലുകൾ, വാതായനങ്ങൾ നാം അവർക്ക് തുറന്നു കൊടുക്കുമായിരുന്നു. പക്ഷേ വലാകിൻ കദ്ദബൂ, അവർ സത്യത്തെ നിഷേധിച്ചു. അതുകൊണ്ട് ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ, അവർ ചെയ്ത ചില പ്രവർത്തനങ്ങൾ കാരണം നാം അവരെ പിടിച്ചു ശിക്ഷിച്ചു. ഇതാണ് ഫഹസബ്നാഹാ ഹിസാബൻ ശദീദാ, ശക്തമായ രൂപത്തിൽ അവരെ വിചാരണ ചെയ്തു. കണിശമായ രൂപത്തിൽ അവരെ ശിക്ഷിച്ചു എന്ന് പറഞ്ഞതിന്റെ ഒരു ഉദ്ദേശത, ഒന്ന് പരലോകത്ത് അങ്ങനെ ശിക്ഷ വരുന്നാണ്, ഒന്ന് ഇവിടെ നിന്ന് തന്നെ വന്നു എന്നാണ്. വരാനുള്ള കാരണം അല്ലാഹു പറയുന്നത് എന്താ? വിശ്വാസികളും തഖ്വയുള്ളവരും ആയിരുന്നുവെങ്കിൽ ആകാശങ്ങളിൽ നിന്നും ഭൂമിയിൽ നിന്നും നാം അനുഗ്രഹങ്ങളുടെ വാതിലുകൾ തുറന്നു കൊടുക്കുമായിരുന്നു. ശോലി വിശ്വാസികളായില്ല, അവർക്ക് തഖ്വയുണ്ടായില്ല, അതുകൊണ്ട് നാം അവർക്ക് ശിക്ഷ നൽകി എന്നാണ് അല്ലാഹു പറയുന്നത്. ഇവിടെ ആകാശത്തു നിന്നുള്ള ബർക്കത്ത് എന്ന് പറഞ്ഞുള്ള ഉദ്ദേശം അതാണ്.
ശ്രദ്ധിക്കണം. ആകാശത്ത് നിന്നുള്ള ബർക്കത്ത് എന്ന് പറഞ്ഞുള്ള ഉദ്ദേശം മഴയാണ്. ഭൂമിയിൽ നിന്നുള്ള ബർക്കത്ത് എന്ന് പറയുന്നത് അത് ധാന്യങ്ങളും. ആകാശത്തുനിന്ന് മഴ, ഭൂമിയിൽ നിന്ന് എന്ത്? സസ്യങ്ങളും അതുപോലെ തന്നെ ധാന്യങ്ങള്, പഴങ്ങള് എല്ലാം വരും. അപ്പൊ മഴ, ആ മഴവെള്ളം കാരണം സസ്യലതാദികൾ, പഴവർഗ്ഗങ്ങൾ, ധാന്യങ്ങള്, അക്ഷരാർത്ഥത്തിൽ നമ്മുടെ ജീവൻ നിലനിൽക്കാൻ ആവശ്യമായത് അതാണല്ലോ പ്രധാനപ്പെട്ടത്. വെള്ളമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് നമ്മൾ നൽകും. പക്ഷെ രണ്ട് ഡിമാൻഡ് വെച്ചു: ഈമാനും വേണം, തഖ്വയും വേണം. ഇത് രണ്ടും നമുക്ക് കുറഞ്ഞത് കൊണ്ട് ഈ നമ്മൾ അനുഭവിക്കാം മഴയില്ല, മഴക്കാറുമില്ല. എന്താ വെയിലും ചൂടും. നല്ല മഴ പെയ്യേണ്ട സമയത്താണ് നമ്മുടെ ഈ അവസ്ഥ. ഓർക്കണം, അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഒരായത്തും കൂടി ഇതിനോട് തട്ടിച്ചോ. ഹൂദ് സൂറത്തിൽ ഇങ്ങനെ ഒരു ആയത്തിൽ പറയുന്നു: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം وأن استغفروا ربكم ثم توبوا إليه يمتعكم متاعا حسنا إلى أجل مسمى. ഹൂദ് സൂറത്തിലെ മൂന്നാമത് ഈ വചനത്തിന്റെ അല്പഭാഗവും അതുപോലെ തന്നെ സൂറത്തുൽ അഅറാഫിലെ 96-ാമത്തെ വചനവും നമ്മൾ ഇന്ന് ഏറെ ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹു പറയുന്നത്: വഅനിസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി. നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് പൊറുക്കലിനെ തേടിക്കോളൂ, ആ രക്ഷിതാവിലേക്ക് നിങ്ങൾ പശ്ചാത്തപിച്ച് മടങ്ങിക്കോളൂ. അങ്ങനെയാണെങ്കിൽ യുമത്തിഉകും മതാഅൻ ഹസനൻ ഇലാ അജലിൻ മുസമ്മാ, ഒരു നിശ്ചിത അവധി വരെ അവൻ നിങ്ങൾക്ക് സൗഖ്യം ചെയ്തു തരുന്നതാണ്. അപ്പൊ ഈ ദുന്യാവില് നല്ല ജോലി, നല്ല വാഹനം, നല്ല പാർപ്പിടം, റാഹത്തുള്ളൊരു ജീവിതം, നിശ്ചിത അവധി വരെ എന്ന് പറഞ്ഞാൽ അള്ളാഹു നമുക്ക് കണക്കാക്കിയ മരണം വരെ. അതിനു മുമ്പ് ദുരന്തങ്ങളോ, പ്രകൃതി ദുരന്തങ്ങളോ, ഭൂകമ്പങ്ങളോ, അല്ലെങ്കിൽ സഹോദര പ്രളയമോ വരൾച്ചയോ ഒന്നും വരൂല. നിങ്ങൾക്ക് അള്ളാഹു കണക്കാക്കിയ സമയം സുഖമായിട്ട് ജീവിക്കാം. നിങ്ങൾക്ക് നല്ല റാഹത്തായ ജീവിതം ഉണ്ടാവും. പക്ഷെ അതിന് വേണ്ട നിബന്ധന എന്താ? ഹൂദ് സൂറത്തിൽ പറയുന്നത് പൊറുക്കലിനെ തേടണം. പ്രശ്നം അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അത് ആത്മാർത്ഥമായിട്ട് ചൊല്ലണം. അതോടുകൂടെ പശ്ചാത്തപിക്കണം. ഓരോ രാത്രിയും തൗബ ചെയ്തിട്ടേ കിടക്കാൻ പാടുള്ളൂ. തൗബ നിങ്ങൾ കേൾക്കേണ്ട അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. പലരും പറഞ്ഞിട്ട് സങ്കീർണമാക്കും. വളരെ ആത്മാർത്ഥമായി ചെയ്ത തെറ്റുകളിൽ നിന്ന് വിട്ടു നിന്നിട്ട് ഇനി ചെയ്യൂല എന്ന് ഉറപ്പിച്ച് ചെയ്തതിൽ കുറ്റബോധം ഉണ്ടെങ്കിൽ ഓക്കെ. ഹജ്ജിന്റെ കർമ്മങ്ങളെ പോലെ തന്നെ ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെ പലരും പറഞ്ഞിട്ട് എന്താ ആകെ പ്രശ്നമാകും. അങ്ങനെ പോകുന്ന ആളുകളുള്ള 7 മുഴുവൻ കൊണ്ടുപോകും. എന്നിട്ട് ഇതൊക്കെ കൂടി താങ്ങി പിടിച്ചിട്ടേ കാരണം തവാഫ് ചെയ്യുക. അവസാനം തവാഫാണ് കൊളാക്കും. ചൊല്ലൽ നിർബന്ധമായ ഒന്നുമില്ല. ചൊല്ലൽ നിർബന്ധമായ ഒന്നും തവാഫില്ല. എല്ലാ ക്യാമ്പിനും പോവും, എല്ലാ ക്ലാസ്സിനും പോവും. അവിടുന്നൊക്കെ കൊടുക്കേണ്ട ഓരോ പുസ്തകം വാങ്ങിക്കൊണ്ടുപോകും. അതന്നെ ഉണ്ടാവും രണ്ടില്ല. അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കൂല. അങ്ങനെ ഈ പുസ്തകം കയ്യിൽ നിന്ന് കൊഴിഞ്ഞാടിയാല് പിന്നെ അതിന് തിരിയാണ് തവാഫ് കൊളാക്കണം. സഹോദര, എന്നതുപോലെ തൗബ എന്ന് പറഞ്ഞാൽ പ്രയാസമുള്ള അത് ആത്മാർത്ഥക്കാണ് സ്ഥാനം. പണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചില്ലേ, എന്താ എന്റെ അരയിൽ ഇവിടെ ഇങ്ങനെ ഉയർന്നു കണ്ടപ്പോ? യഥാർത്ഥത്തിൽ കള്ളാണ്, കള്ളിന്റെ കുട്ടിയാണ്. അത് കള്ളാണെന്നെങ്ങാനും പറഞ്ഞ തല പോവും. അതുകൊണ്ട് ഇയാള് വിരലോട് വെച്ച് കാണാനായിട്ട് ഇങ്ങനെ പറഞ്ഞു, സുർക്കയാണ് ഉമർ റളിയല്ലാഹു അൻഹു. എന്താണ് അരയിൽ എന്ന് ചോദിച്ചപ്പോ വൈകാൻ പാടില്ല മറുപടിക്ക്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ ഖലീഫ ഉമർ. അപ്പോൾ ഇയാൾ ഒരല്പം ആലോചിച്ചിട്ട് പറഞ്ഞത് ഇത് സുർക്കയാണ്. ആലോചിച്ചാൽ എന്താ അറിയോ? അപ്പണ് തൗബ ചെയ്തെന്ന ചരിത്രം പറയുന്നുണ്ട്. സെക്കൻഡുകൾ അയാളെ തൗബ എന്താ? നിമിഷങ്ങൾ കൊണ്ട് അദ്ദേഹം കരുതി ഇനി ഞാൻ കള്ളുടിക്കൂല, കുടിച്ചല് കുറ്റബോധമുണ്ട്, ഇനി കുടിക്കൂല. പക്ഷെ ഒരു ഡിമാൻഡ്, ഉമറിന്റെ മുന്നിൽ നിന്ന് കഴിച്ചിലാണ്. അത്രോ. അയാള് വളരെ ആത്മാർത്ഥമായിട്ട് മനസ്സിലാക്കിയ പടച്ചവനെ ഉമർ ഖത്താബിന്റെ മുന്നിൽ നിന്ന്, ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടുത്തിയാൽ മതി, ഞാൻ ഈ സാധനം തരൂല. അപ്പൊ അദ്ദേഹം ആള് കുടിയനാണെങ്കിലും നല്ല ഈമാനും തവക്കുലും ഉണ്ട്. അയാൾക്കുറപ്പായി റബ്ബിനെ കാക്കും. ആ ധൈര്യത്തിൽ അയാൾ പറഞ്ഞത് സുർക്കയാണ്, സാധനം എടുക്കുക. ഉമർ റളിയല്ലാഹു അൻഹു എടുത്തെടുത്തു, നല്ല സുർക്ക പോയിക്കോ. പിന്നെ അയാൾ കള്ളുപിടിച്ചിട്ട്
തൗബക്കൊരല്പം മതി എന്നുള്ള ആ ജാതി ഈമാൻ ഉണ്ടെങ്കിലും ഒക്കെ നമ്മൾ അന്നത്തെ കള്ളുകുപ്പി പോലല്ല ഇന്നത്തെ കള്ളുകുപ്പി. പണ്ടാരോ അരിഷ്ട കുപ്പി പൗതിയാക്കി കൊണ്ടുപോയി. നുണ പറയുമ്പോഴാണ് ഈ പൊളിയല്ലേ. കളവ് പറയുമ്പോ ചിരി അറിഞ്ഞില്ലേ? കളവ് പറയുമ്പോ പൊളി. കാരണം കുപ്പി അങ്ങനെ പൗതിയാക്കാൻ കഴിയില്ലല്ലോ. എന്ത് പൊട്ടത്തരം. അന്ന് തോലിന്റെ പാത്രമാണ്, അങ്ങനത്തെ കുപ്പി. നോട്ടെ, ഒരാള് ഒരു കള്ളിന്റെ കുപ്പിയേറ്റും പോവാൻ വാപ്പ പിടിച്ചു. എന്താണ് എന്റെ അരിയിൽ വെച്ചു വെന്റെ അടുത്ത് വെച്ച് കാണാം. ഓന് ഉമർ റളിയല്ലാഹുവിന്റെ മുന്നപ്പെട്ട ആളെ ഈമാണ്ട്. ഓൻ പറഞ്ഞു ഇത് ഹോർലിക്സ് ആണ്. ഇടുകടാർ എടുത്ത ഹോർലിക്സ് ആയിരിക്കും. കാരണം എന്ത് വേണം? അതിനുള്ള ഈമാന് വേണം. അല്ലെങ്കിൽ ആ കള്ള അങ്ങനെ കിടക്കും, അടി കിട്ടിയത് വാങ്ങാൻ വേണ്ടി വരും. ആ തൗബ എന്ന് പറഞ്ഞാൽ സഹോദരൻ കുറഞ്ഞ സമയം കൊണ്ട് സംഗതി ശരിയാവും. ആത്മാർത്ഥക്കും ഇഖ്ലാസിനുമാണ് സ്ഥാനം. അപ്പൊ അള്ളാഹു പറയുന്നത്, ഹൂദ് സൂറത്തിൽ പറയുന്നത്, ഒരാൾക്ക് ഇസ്തിഗ്ഫാർ ചെല്ലുന്നുണ്ട്, പശ്ചാത്തപിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അള്ളാഹു പറയുന്നത് അവനിക്ക് നാം യുമത്തിഉക്കും മതാഅൻ ഹസന, നല്ല ജീവിത വിഭവങ്ങൾ നൽകിയിട്ട് അവനിക്ക് സുഖം ചെയ്തു കൊടുക്കും. ഏതുവരെ? ഒരു നിശ്ചിത അവധി വരെ. അപ്പൊ മരണം വരെ പ്രശ്നം ഉണ്ടാവില്ല. അതേ സമയത്ത് അല്ലാഹു തആല അഅറാഫ് സൂറത്തിൽ പറയുന്നതോ, തഖ്വയുണ്ടെങ്കിൽ ഈമാനും ഉണ്ടെങ്കിൽ ആകാശത്തുനിന്നും ഭൂമിയിൽ നിന്നും ധാരാളം ബർക്കത്ത് നൽകും, ഇല്ലെങ്കിൽ ശിക്ഷ കൊടുക്കുന്നു. അപ്പൊ ഈ ഐഹിക ജീവിതത്തിൽ റാഹത്തുള്ളൊരു ജീവിതം വേണമെങ്കിൽ 4 കാര്യങ്ങൾ പറഞ്ഞു. അഅറാഫിൽ പറഞ്ഞത് തഖ്വ വേണം, ഈമാൻ വേണം. സൂറത്ത് ഹൂദിൽ പറഞ്ഞതോ ഇസ്തിഗ്ഫാർ വേണം, തൗബ വേണം. അപ്പൊ റെഡിയായിരുന്നു. ഈ കാര്യങ്ങൾ ഇല്ലാത്ത ആളുകളെയാണ് സഹോദര വകഅയ്യിൻ മിൻ ഖറിയത്തിൻ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു പറയുന്നത്. ഈ കഥ അല്ലാഹു പറയുന്നത് കൂട്ടിലങ്ങാടിയിലാണ് ഇപ്പൊ നമ്മളുള്ളത്. ഈ നാടിനെ ആണ് നശിപ്പിക്കാൻ അല്ലാഹുക്ക് ഒരു പണിയില്ല. അതാണ് അല്ലാഹു പറയുന്നത്, അഫഅമിന അഹ്ലുൽ ഖുറാ. അല്ലാഹു ഖുർആനിൽ ഒരു ഭാഗത്ത് പറയുന്നു, അഫഅമിന അഹ്ലുൽ ഖുറാ അൻ യഅതിയഹും ബഅസുനാ ബയാതാ വഹും നായിമൂൻ. ഒരു ഗ്രാമവാസികൾ അവർ ഉറങ്ങുന്ന സമയം അവർക്ക് ശിക്ഷ വരുന്നതിൽ, നമ്മുടെ ശിക്ഷ വരുന്നതിൽ അവർ നിർഭയരാണോ? നിർഭയരാകണ്ട. സുഖമായിട്ട് ഉറങ്ങുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ശിക്ഷ വരാം. കള്ള് കുടിച്ച് പൂസായിട്ട് കിടക്കായിരിക്കും. അല്ലെങ്കിൽ സഹോദര, ഒരു സത്യവിശ്വാസിയാണെന്ന് അവകാശപ്പെടുന്ന ആള് ഇശാ നിസ്കാരം നിർവഹിച്ചിട്ടില്ല. രാത്രിയുടെ യാമങ്ങളിൽ അശ്ലീല രംഗങ്ങൾ കണ്ട് അത് കണ്ടങ്ങനെ ഉറങ്ങിപ്പോയവനാണ്. ചിലപ്പോൾ ഒരു സിനിമാ നടിയെ അല്ലെങ്കിൽ സിനിമാ നടനെ സ്വപ്നം കണ്ട് കടന്നുറങ്ങാൻ. ആ സമയത്തായിരിക്കും സഹോദര അള്ളാഹുവിന്റെ ശിക്ഷ വരുന്നത്. നിങ്ങൾ നിർഭയരാവണ്ട. അള്ളാഹു തആല നമ്മളോട് പറയാണ്, അഫഅമിന അഹ്ലുൽ ഖുറാ അൻ യഅതിയഹും ബഅസുനാ ദുഹാ വഹും യൽഅബൂൻ. അല്ലെങ്കിൽ ഒരു നാട്ടുകാര് അവർ പകൽ സമയത്ത് വിനോദത്തിൽ മുഴുകിയിരിക്കുന്ന സമയം അവർക്ക് നാം ശിക്ഷ നൽകുന്നത്, അവർക്ക് വരുന്നത്, അതിനെ തെറ്റും അവർ നിർഭയരാണോ? നിങ്ങൾ നിർഭയരാകണ്ട. ചിലപ്പോൾ പകൽ സമയത്തായിരിക്കും, കളിയിലും വിനോദത്തിലും ഇങ്ങനെ ഏർപ്പെട്ട് കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും എന്തായിരിക്കാം ഈ പറയപ്പെട്ട ശിക്ഷ. അഫഅമിനൂ മക്റല്ലാഹ്. അല്ലാഹുവിന്റെ തന്ത്രത്തെ തൊട്ട് അവർ നിർഭയരാണോ? നിർഭയരാകണ്ട. ഫലാ യഅ്മനു മക്റല്ലാഹി ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ. പരാജയപ്പെട്ട ഒരു ജനതയല്ലാതെ അല്ലാഹുവിന്റെ തന്ത്രത്തെ അതിനെ അവഗണിക്കില്ല, അതിൽ നിന്ന് നിർഭയരായിരിക്കില്ല. മുഅ്മിനീങ്ങളായ ആളുകൾ എപ്പോഴും ഒരു പേടിയിലായിരിക്കും, അള്ളാന്റെ ശിക്ഷ വരുമോ. ഈമാൻ ഇല്ലാത്താല ഓൽക്കൊരു പേടിയില്ല, ഒരു നിർഭയരാ. അവർക്ക് യാതൊരു ഭയവുമില്ല. ആ ഒരു രൂപത്തിലാകുമെന്ന് നമ്മളൊക്കെ എത്ര പേടിക്കണം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ആകാശത്ത് മഴക്കാറ് വന്നാൽ അള്ളാന്റെ തിരുദൂതർക്ക് വിഷമമായി. മഴക്കാറ് മഴക്കുള്ള ഒരു ലക്ഷണമാണ്, സന്തോഷിക്കാൻ വേണ്ടത്. പക്ഷേ അള്ളാന്റെ തിരുദൂതർ ചിന്തിക്കുന്നത് ജനങ്ങൾ തെറ്റ് ചെയ്യുന്നത് കാരണം ഈ മഴക്കാറിൽ നിന്ന് വെള്ളം കൂടുതലായിട്ട് വരുമോ? അങ്ങനെയുള്ളോ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനതക്ക് വന്നത്? ആകാശത്തിന്റെ വാതിലുകൾ തുറന്നു എന്നാണ്. ഭയങ്കര വെള്ളം ഓവറായി, ആകെ പ്രളയമായി. അള്ളാന്റെ തിരുദൂതർ ചിന്തിക്കുന്നത് ഇങ്ങനെ ഒരു മഴക്കാറ് വന്നു ആദ് സമൂഹത്തിന്. ഒരു മഴക്കാറാ വന്നത്. വെള്ളമില്ലാതെ പ്രയാസപ്പെട്ട ആദ് സമൂഹത്തിന് ആ നാട്ടുകാരെ അള്ളാഹു ശിക്ഷിച്ചത് അങ്ങനെയാണ്. മഴക്കാരാണ് ആദ്യം വന്നത്. അവർ വിചാരിച്ചു മഴ പെയ്യുമെന്ന്. വെള്ളമില്ലാതെ പ്രയാസപ്പെട്ട് കഴിയാം.
ആദ്യ സമൂഹത്തിന് മഴല്ലേറ്റ് വെള്ളല്ലേറ്റ് അവർ ഒരു ടീമിനെ ദ്വാരക്കാൻ പറഞ്ഞയച്ചു മക്കയിലേക്ക്. അവർ അള്ളാഹുവിൽ വിശ്വാസമല്ല, പക്ഷെ കുടുങ്ങിയ അള്ളാഹിനോട് ദ്വാരക്കും. അങ്ങനെ ഒരു 40 അംഗ സംഘം മക്കയിലേക്ക് ദ്വാരക്കാൻ വേണ്ടി പോയി. അങ്ങനെ അവര് ദ്വാരക്കാൻ പോയ കാര്യം തന്നെ മറന്നു, കള്ളും കൊണ്ടുപോയി പോയി. കുട്ടികളെ അമ്മായി വിരുന്ന് വന്നിട്ട് പപ്പടം വാങ്ങാൻ വേണ്ടി കുട്ടിനെ പറഞ്ഞയച്ചായിരിക്കും 50 ഉറുപ്പിക കൊടുത്തിട്ട്, വലിയ പപ്പടം വാങ്ങിക്കോ. പോകുന്ന സമയത്ത് ഗ്രൗണ്ടിലെ കളി നടക്കുന്നുണ്ട്, കുട്ടി നല്ല അവിടെ ഇരുന്ന് വരമ്പും ഇരുന്ന് കളിയുണ്ട്. അവസാനം കളി കഴിഞ്ഞപ്പോഴാണ് 50ഉം പപ്പടും അമ്മായിനെ ഓർമ്മ വരുന്നത്. പിന്നെ പപ്പടമൊക്കെ വാങ്ങി ചെല്ലുമ്പോഴേക്ക് അമ്മായി പോയിട്ടുണ്ടാവും. തൽക്കാലം ആ പപ്പടം നിന്നുള്ള യോഗം ഉണ്ടാവില്ല, കുട്ടി മറന്നുപോയി ആ കളിയിൽ മുഴുവൻ. ഇതൊക്കെ സാധാരണ സംഭവിക്കാറുണ്ട്. ഇതേ അവസ്ഥ ഇവർക്ക് വന്നു. 2 മാസം കഴിഞ്ഞിട്ടാണ് ഇവർക്ക് ബോധം ഉണ്ടായത്, നാട്ടിൽ വെള്ളമല്ലേറ്റ് പറഞ്ഞോളാം അല്ലാണ്ട് വരുന്നു. ആ സന്ദർഭത്തിലാണ് 2-3 കളറിൽ മേഘങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. അശരീരി കെട്ടുങ്ങൾക്ക് ഏതാ വേണ്ടത്? അവ കറുത്തിരുണ്ട മേഘത്തിൽ നിന്നുള്ള സാധാരണ വരല് ഞങ്ങൾക്കത് മതിയാവും. അത് സമൂഹത്തിന്റെ ആ ഭാഗത്തേക്ക് അങ്ങനെ നീങ്ങി ആ മഴക്കാറ്. അപ്പൊ ഇവരതിന്റെ അടിയിൽ കൂടി അങ്ങനെ പോയി. ഭയങ്കര ബഹളം. നമ്മളിപ്പോ കാര്യപ്പെട്ട ആൾക്കാരാണെന്നുള്ളത്, കാരണം ദ്വാരുന്ന പോലത്തിന് ഉത്തരം കിട്ടി. നാട്ടിൽ മഴക്കാർ ഇങ്ങനെ നീങ്ങണം, വലിച്ചു കൊണ്ടുവരുന്ന പോലെ. ഇത് ആദ്യ സമൂഹമാണ്. കണ്ടപ്പോ ആളുകൾ ഇത് കണ്ടിട്ട് പറഞ്ഞു, ഇതാ നമുക്ക് മഴ തരുന്ന മേഘം. പക്ഷെ ഇവര് കരുതിയ എന്താ? പെയ്യും, വെള്ളമില്ലാതെ കുടുങ്ങിക്കാണ്. ഭയങ്കര മഴക്കാർ. പെയ്യും മഴ എന്ന് കരുതിക്കേണ്ട ടൈമിൽ കാറ്റിനടിച്ചു. ആ കാറ്റ് 7 ദിവസം നീണ്ടു. 7 ദിവസം നീണ്ടു നിന്ന വലിയ കാറ്റാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുത്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നാമാവശേഷമാക്കി. നല്ല ആടുന്നുള്ള ആ ഗ്രാമവാസികളെ അല്ലാഹു തആല പറപ്പിച്ചു മുകളിലേക്ക്. ബുധനാഴ്ച തുടങ്ങിയ കൊടുങ്കാറ്റ് പിറ്റത്തെ ബുധനാഴ്ച നിന്ന് 8 പകലും 7 രാത്രിയും ആകാശത്ത് കൂടി ഇങ്ങനെ പറഞ്ഞു ഈന്തപ്പനതടി പോകുന്ന പോലെ തോന്നുന്നതാണ്. ഭയങ്കര നീളമുള്ള ആൾക്കാരായിരുന്നു. അപ്പൊ കാറ്റാണ്, മഴക്കാറാ വന്നത്. മഴക്കാറെന്ന് വന്നത് കാറ്റാണ്. അതുകൊണ്ടാണ് മഴക്കാറ് കാണുമ്പോൾ റസൂല് ചിന്തിക്കുന്നത്, ആയിഷ ബീവിയോട് പറയും, അത് സമൂഹത്തിന് വന്നതുപോലെയുള്ളൊരു ശിക്ഷ വരുമോ? ഇത് മഴയായിട്ട് ശാന്തമായിട്ട് പെയ്യാതെ ഇതിൽ നിന്ന് കാറ്റായിട്ട് ഇത് പരിണമിക്കുമോ? അതാണ് അള്ളാന്റെ തിരുദൂതരുടെ പേടി. റസൂലുള്ളാഹി തങ്ങൾ പോലും അത്ര പേടിച്ചു എന്നാണ്. അങ്ങനെ ആ മഴക്കാരെന്ന് മഴ ആണ് പെയ്ത് ചോർന്ന് പോകാതെ സമാധാനം. നമുക്കെന്താ പ്രശ്നം? നമുക്കിവര് കാറ്റടിച്ചു. തൽക്കാലം നമ്മളെ വീട്ടിന്റെ മുകളിൽ നിന്നൊന്നും പാറി പോയിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല. ഈ വേറൊരുത്തന്റെ വീടിന്റെ മുകളിലുള്ള ഷീറ്റ് പാറിപ്പോയാൽ അത് ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇട്ടിട്ട് അടിക്കുറിപ്പും കൊടുക്കും. അത് തമാശ. വെള്ളപ്പൊക്കം ഉണ്ടായ നമുക്കെന്താ? നമ്മളെ വീട് ഒരു ഉയർന്ന ഏരിയ, നല്ല രസമാണ് കാണാൻ. തേങ്ങയൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒലിച്ചു വരുമ്പോൾ വലിച്ചെടുത്ത് തിന്നാനും അത് ഫോട്ടോ എടുക്കാനും അത് കാണാൻ. നമ്മളെ വീട്ടിൽ കയറിയിട്ടില്ല. നമ്മുടെ വീട്ടിൽ കയറിയിട്ട് പിന്നെ ഒരാളെ അര ഉയരത്തിൽ വെള്ളം ഇങ്ങനെ നിന്നാൽ വിവരറിയും. അപ്പോഴാണ് വീട്ടിൽ വെള്ളം കയറിയുള്ള ബുദ്ധിമുട്ടറിയാം. ഇപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട വീട്ടിൽ കയറിയാൽ മതിയായിരുന്നു, എന്നാലൊന്ന് മഴ ചെയ്താൽ മതിയായിരുന്നു എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് നിൽക്കാതെ 1 മണിക്കൂറാണ് പെയ്ത, അങ്ങനെ ചീഞ്ഞ് പെയ്ത എന്താ റബ്ബേ കാറ്റാന്ന് തിരിച്ചു പറഞ്ഞു. അതാണ് നമ്മളെ സ്വഭാവം. അള്ളാഹ് പറഞ്ഞ് കേൾക്കാൻ നോക്കാവൂല, നമ്മൾ പറഞ്ഞ പോലെ അള്ളാഹ്. നമുക്ക് മഴ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ വളപ്പിക്കുന്ന മഴ പെയ്യുക. ഈ വേണ്ടെങ്കിൽ സ്വിച്ചിട്ടാ നിൽക്കും പോലെ നമ്മൾ നിൽക്കണം. എന്നാ നമ്മൾ നല്ല കുട്ടികളാവും. സഹോദര, ഇവിടെ അല്ലാഹു തആല നേരത്തെ ഒരുപാട് ആളുകൾക്ക് ശിക്ഷ കൊടുത്തു. ആ ശിക്ഷ ലഭിക്കാൻ കാരണമായ സംഗതി ഇന്നും നടക്കുന്നുണ്ട്. ആദ്യ സമൂഹത്തിനുള്ള കൊടുങ്കാറ്റ് കൊടുക്കാൻ കാരണം എന്താ? ഒരു വെറും വിനോദത്തിൽ ഏർപ്പെട്ടു. ഉയർന്ന സ്ഥലങ്ങളിലൊക്കെ അവർ പാർക്കുകൾ ഉണ്ടാക്കി സുഖിച്ചു. അതുകൊണ്ടാണ് ഖുർആനിൽ അല്ലാഹു പറയുന്നത്, ഹൂദ് നബി അവരോട് ചോദിച്ചത് തന്നെ, അത്തബനൂന ബികുല്ലി റിഹിം ആയതൻ തബസൂൻ. ഉയർന്ന സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ കുന്നിന്റെ മുകളിലൊക്കെ പാർക്കുകൾ ഉണ്ടാക്കുകയാണോ? മനോഹരമായ കെട്ടിടങ്ങൾ, സുഖവാസ കേന്ദ്രങ്ങൾ. അവർ പറഞ്ഞാ കേട്ടില്ല, അല്ലാഹു തആല അവരെ നശിപ്പിച്ചു. ഇന്നും അതുള്ള അവസ്ഥ. ഉയർന്ന സ്ഥലങ്ങളിലൊക്കെ എന്താണ്, ഞാൻ പേര് പറയണില്ല, ഉയർന്ന സ്ഥലങ്ങളിലൊക്കെ വേണ്ടാത്ത കാര്യങ്ങളാണ്. നമ്മൾ പറയും വലിയ പുരോഗതിയാണ് വരുന്നത്, അധോഗതിയാണ്. പണ്ടൊക്കെ മലപ്പുറത്തേക്കൊരു വികസനം വരുമ്പോൾ എല്ലാം ശ്രദ്ധിക്കും. കാരണം മാപ്പിളമാർ എന്ത് നോക്കും? ഇത് ദീനിന് വിരുദ്ധമാകുമോ അല്ലേന്ന് നോക്കും. എന്നങ്ങനല്ല, എല്ലാം ഇങ്ങോട്ടാ വരിക.
കാരണം എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിക്കാതെ പുൽകുന്നവർ വാരിപ്പുണരും. എന്തൊരു വിനോദം! നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഏത് സമൂഹം അടക്കമുള്ള അവർക്ക് അല്ലാഹു തആല വിനോദത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ശിക്ഷ കൊടുത്തു. നമുക്ക് വ്യാപകമായ ശിക്ഷ വരുന്നില്ല എന്ന് കരുതി സമാധാനിക്കണ്ട, അത് കയറിട്ട് പിടിക്കാണ്. അല്ലാഹു വേറെ ആയത്തിൽ പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലാ ഉഖ്സിമു ബിറബ്ബിൽ മശാരിഖി വൽ മഗാരിബ് ഇന്നാ ലഖാദിറൂന അലാ അൻ നുബദ്ദില ഖൈറൻ മിൻഹും വമാ നഹ്നു ബിമസ്ബൂഖീൻ ഫദർഹും യഖൂലൂ വയൽഅബൂ ഹത്താ യുലാഖൂ യൗമഹുമുല്ലദീ യുഅദൂൻ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, ഉദയസ്ഥാനത്തിന്റെയും അസ്തമന സ്ഥാനത്തിന്റെയും രക്ഷിതാവിനെ കൊണ്ട് ഞാൻ സത്യം ചെയ്ത് പറയുന്നു. എന്ത്? ഇന്നാ ലഖാദിറൂന അലാ അൻ നുബദ്ദില ഖൈറൻ മിൻഹും. അല്ലാഹു പറയുന്നു, ഇന്നാ ലഖാദിറൂന അലാ അൻ നുബദ്ദില ഖൈറൻ മിൻഹും. തെറ്റിൽ മുഴുകിയ വിനോദത്തിലേർപ്പെടുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളെ നശിപ്പിച്ച് അവർക്ക് പകരം മറ്റൊരു കൂട്ടരെ കൊണ്ടുവരാൻ എനിക്ക് കഴിയുക തന്നെ ചെയ്യും. വമാ നഹ്നു ബിമസ്ബൂഖീൻ. നാം ഒരിക്കലും തോൽപ്പിക്കപ്പെട്ട കൂട്ടത്തിലല്ല. നമുക്ക് കഴിയും, ഈ കളിയിൽ ഏർപ്പെട്ട ആളുകളൊക്കെ നശിപ്പിക്കാൻ നമുക്ക് കഴിയും. നബിയെ, താങ്കൾ അവരുടെ കാര്യം വിട്ടേക്ക്. അവരാണ് തെറ്റിൽ മുടുകട്ടെ. യഖൂലു വയൽഅബൂ, അവരാണ് കളിയിൽ മുടുകട്ടെ. ഹത്താ യുലാഖൂ യൗമഹുമുല്ലദീ യുഅദൂൻ. അവരോട് താക്കീത് ചെയ്യപ്പെട്ട ദിനത്തെ അവർ കണ്ടുമുട്ടുന്നത് വരെ അന്ന് ഞാൻ കാണിച്ചു കൊടുക്കാന്നാണ്. ഇപ്പൊ അങ്ങനെയാണ് പോവും. മരിച്ച വിവരം അറിയും, നാളെ പരലോകത്തും. പരലോകം ഉണ്ടാവുന്ന ഇപ്പൊ എല്ലാവരും സമ്മതിക്കാണ്. ഈ പ്രപഞ്ചത്തിന്റെ തകർച്ചയ്ക്ക് ഇനി 1000 വർഷമില്ല എന്നുള്ളതാണ് സ്റ്റീഫൻ ഹോക്കിംഗ് ലണ്ടനിൽ നിന്ന് പറഞ്ഞത്. ഇപ്പൊ ചില ആളുകൾ പറയാണ്, അപ്പൊ ഖിയാമത്ത് നാൾ ഉണ്ടാവൂലേ? ഖിയാമത്ത് നാൾ ഉണ്ടാകുന്ന അള്ളി റസൂലും പറഞ്ഞ വിശ്വാസം വരാത്തവൻ? സഹോദര, പ്രഗത്ഭനായ ശാസ്ത്രജ്ഞൻ ലണ്ടനിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ, സ്റ്റീഫൻ പറഞ്ഞതാണ്. അദ്ദേഹം പറയുന്നത് 1000 വർഷം ഏറിയാൽ അത്ര ഇനി ഭൂമിക്ക് ആയുസുള്ളൂ. ഈ പ്രപഞ്ചം തകരുന്നത് അതോടെ തകരുമെന്ന്. എന്താ കാരണം? അദ്ദേഹം പറയുന്നത്, ടെക്നോളജിയുടെ അഭൂതപൂർവമായ ഈ വളർച്ച നാശത്തിലേക്കാണ് പോകുന്നത്. കാലാവസ്ഥയുടെ വ്യതിയാനവും അതുപോലെ തന്നെ ആണവായുധങ്ങളും, ഇത് രണ്ടും ഏതിലേക്കാണ്? ഈ ലോകത്തിന് ഒരു അന്ത്യം ഉണ്ട് എന്ന് അറിയിക്കുന്നു എന്നാണ്. അടുത്ത നൂറ്റാണ്ടിൽ തന്നെ മനുഷ്യന് ഭൂമിയിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരുമെന്നാണ് ഇയാൾ പറയുന്നത്. ശാസ്ത്രീയമായിട്ട് മനുഷ്യൻ അത്രക്കും കണ്ടുപിടിച്ചു ഇത് അപകടകരമായ ഒരവസ്ഥയിലേക്കാണ് പോകുന്നത് എന്ന്. അപ്പൊ നമുക്കൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും. ഇപ്പൊ ഉഗ്രശേഷിയുള്ള ക്യാമറ പുറത്തിറങ്ങിയിട്ടുണ്ട്. ആ ക്യാമറയുടെ പ്രത്യേകത എന്താ? ഒരു ബെഡ്റൂമിന്റെ പുറത്തുനിന്ന് ഇരുട്ടത്ത് വന്നിട്ട് ഒരാൾ ആ ക്യാമറ കൊണ്ട് ബെഡ്റൂമിന്റെ ഭാഗത്ത് തിരിച്ച് ഫോട്ടോ എടുത്താൽ ഫ്ലാഷ് പോലും ഉണ്ടാവില്ല, ഉള്ളിലുള്ളത് ക്ലിയർ ആയിട്ട് അതിൽ വന്നു. അപ്പൊ കടന്നിറങ്ങാൻ സമ്മതിക്കൂല എന്നല്ലേ? അപ്പൊ പിന്നെ ഇയാൾ പറയും, സ്റ്റീഫൻ പറയുന്നത് എന്താണ്? മറ്റു ഗ്രഹങ്ങൾ അന്വേഷിക്കേണ്ടി വരും അടുത്ത നൂറ്റാണ്ടിൽ തന്നെ മനുഷ്യർക്ക് എന്ന്. ഈ രൂപത്തിൽ വരുമ്പോ നമ്മൾ ഒന്നുകിൽ ഭൂമിന്റെ അടിയായിരിക്കുന്നല്ലോ. കാരണം ഉളുപ്പ് എന്നൊന്നും മനുഷ്യർ പറ്റില്ല. കണ്ടുപിടിക്കുന്നത് മുഴുവൻ നമ്മൾ കണ്ടുപിടിച്ചൊക്കെ നമുക്ക് വിനയാവാം. എല്ലാ അപകടവും പുറത്തുള്ള ആളുകൾ വരെ സമ്മതിക്കണം. അപ്പോ ഈ പ്രപഞ്ചം തകരുന്ന് സമ്മതിക്കുമ്പോ അതിന്റെ ശേഷം ഒരു ജീവിതം ഉണ്ടോ ഇല്ലേ എന്ന് കൂടി നോക്കിയാൽ മതി, അന്വേഷിച്ചാലും. അപ്പൊ ഇവിടെ നിന്ന് ശിക്ഷകൾ കിട്ടിയിട്ടില്ലെങ്കിൽ സഹോദര, യഥാർത്ഥത്തിൽ ശിക്ഷ വരാൻ പോവാൻ. അല്ലെങ്കിൽ അള്ളാഹു ഇവിടെ നിന്ന് തന്നെ ശിക്ഷിക്കും. പിന്നെ അതിന്റെ കാരണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനതക്ക് അള്ളാഹു ഒരു മേഘം നൽകി. ആ മേഘത്തിൽ നിന്ന് അള്ളാഹു തആല കഠിനമായ ചൂട് നൽകി. അതിന്റെ ശേഷം അതിശക്തമായ ഇടിനാദം മുടങ്ങി. പിന്നീട് സഹോദര അതിശക്തമായ ഭൂകമ്പം നൽകി. فأخذتهم الرجفة فأصبحوا في دارهم جاثمين. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്,
ഘോരമായ ശബ്ദം അവരെ പിടികൂടി. അതോടുകൂടെ അവരുടെ ഭവനങ്ങളിൽ അവർ മരിച്ചു വീണവരായി. ശുഐബ് നബിയുടെ ജനതയ്ക്ക് ആ ശിക്ഷ കിട്ടാൻ ഇതാണ് ഫകഅയ്യിൻ മിൻ ഖറിയത്തിൻ അതത് അൻ അംരി റബ്ബിഹാ. സഹോദര, അതിന്റെ കാരണം അല്ലാഹു തആല പറയുന്നത് അളത്തത്തിലും തൂക്കത്തിലും കമ്മി വരുത്തിയവരും സാമ്പത്തിക കൃത്രിമം കാണിച്ചവരുമായിരുന്നു അവർ. ഒന്നില്ല ഇന്ന് നിസാ സൂറത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, അമാനത്ത് വീട്ടുന്നതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അതൊക്കെ ആയിരിക്കും ഇന്നത്തെ വലിയ സാമ്പത്തികമായ പരീക്ഷണങ്ങളുടെ കാരണം. കടം കൊടുക്കാനുള്ള ആളുകൾ കൊടുക്കാനുണ്ടായിട്ടും കൊടുക്കാതെ പിന്തിക്കും. ബാധ്യതകൾ നിർവഹിക്കാതിരിക്കാം. ആളുകൾ അങ്ങനെ ചെയ്തു. അപ്പൊ അല്ലാഹു തആല പിടികൂടി. ഇപ്പൊ സത്യം പുറത്തു വന്നു. ആരുടെയൊക്കെ ഉണ്ട്, ആരുടെയൊക്കെ കയ്യിൽ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് കരുതിയ ആളുകൾ ചിലരെ നമ്മൾ വിചാരിച്ചവരുടെ അടുത്ത് ഇല്ല എന്ന് മനസ്സിലായി. ഒന്നുമില്ല എന്ന് കരുതിയ ആളുകളുടെ അടുത്ത് ഒരുപാട് ഉണ്ടെന്ന് മനസ്സിലായി. യാചകന്മാരൊക്കെ അല്ലേ ഇപ്പൊ മാറ്റാൻ എന്താ വഴിയെന്ന് അന്വേഷിക്കുന്നത്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കൂല. ഒരുപാട് പത്തുകൾ കൂട്ടി വലിയ നോട്ടാക്കി മക്കബറകളൊക്കെ ചുറ്റിപ്പറ്റിന്റെ ചില ആളുകൾ അവരെ കണ്ട ഒന്നുമില്ല. അവരെ അരന്ന് വാങ്ങും, പിടിച്ചു പറിക്കും. സിയാറത്തിനൊക്കെ വരുന്നവർ അവസാനം മരിക്കുമ്പോ ആ യാചകന്റെ മയ്യത്ത് കൈകാര്യം ചെയ്യാൻ കണ്ടമാനം ആളുകൾ. അപ്പോഴല്ലേ കള്ളി ഒളിഞ്ഞത്, പൈസ ഒരുപാട് ആളെടുത്ത്. അത് വലിച്ചാനാണ്. ഞാൻ സ്ഥലമൊന്നും പറയുന്നില്ല, അടി വരാതിരിക്കാനാണ് സ്ഥലം പറയാത്ത സംഭവിച്ചത്. സഹോദര, സാമ്പത്തികമായ തിരുമറികൾ, കുറ്റകൃത്യങ്ങൾ വല്ലാതെ കൂടുന്ന കാലം ശുഐബ് നബിയുടെ ജനതക്ക് അല്ലാഹു കൊടുത്ത ശിക്ഷ ഈ സമയത്ത് നമ്മൾ ഓർക്കണം. അല്ലാഹു തആല എത്ര എണ്ണ അവർക്ക് കൊടുത്തത്. അവർ ചെയ്ത പ്രശ്നങ്ങൾ ഇന്നും നടക്കുന്നുണ്ടല്ലോ. ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനത ചെയ്ത തെറ്റ്, ആ ചെയ്ത തെറ്റിന് സ്വർഗ്ഗരതിക്ക് അതിന് നിയമസാധുത വേണമെന്നാണ് ലോകരാജ്യങ്ങളെന്ന് ആവശ്യപ്പെടുന്നത്. ഇന്ത്യയിൽ പോലും അത് ആവശ്യപ്പെടാൻ ചില രാഷ്ട്രീയ നേതാക്കന്മാർ മുന്നോട്ട് വന്നു. പിന്നെ ഇവരും കോഴി എന്താ വ്യത്യാസം? താൽക്കാലികൾ തമ്മിലുള്ള വ്യത്യാസം എന്താ സഹോദര? നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു തആല നമുക്ക് വിവേകം നൽകിയതും ലജ്ജ നൽകിയതുമുള്ള നമ്മൾ മൃഗങ്ങളിൽ നിന്നുള്ള വേറിട്ടുന്നത്. പക്ഷെ മൃഗീയത നമ്മിലുണ്ട്. മലക്കുകളുടെ സ്വഭാവമുണ്ട്. നന്നായാൽ മലക്കുകളോളം അല്ലെങ്കിൽ അവരെക്കാൾ. ആള് അതപ്പതിച്ചാലോ വൃത്തികെട്ടവനായാലോ അവൻ നാൽക്കാലികളോളം അതപ്പതിക്കും. അല്ലെങ്കിൽ വൽഹും അള്ളല്ലെന്ന് ഖുർആൻ പറഞ്ഞില്ലേ, നാൽക്കാലികളെക്കാൾ അതപ്പതിക്കും എന്ന് പറഞ്ഞ ആ അവസ്ഥയിലേക്ക് തരത്താം. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. ലൂത്ത് നബിയുടെ ജനത മഹാ തെറ്റ് ചെയ്തവരാ. അതുകൊണ്ട് ആ നാടിനെ അള്ളാഹു നശിപ്പിച്ചു. വഅംതർനാ അലൈഹിം മത്വറാ ഫൻദുർ കൈഫ കാന ആഖിബത്തുൽ മുജ്രിമീൻ. നാം അവരുടെ മേലിൽ ഒരു മഴ വർഷിപ്പിച്ചു. ഫൻദുർ കൈഫ കാന ആഖിബത്തുൽ മുജ്രിമീൻ. കുറ്റവാളികളായ ആളുകൾ അവർക്കുള്ള അന്ത്യം എങ്ങനെയായിരുന്നുവെന്ന് നീ ഒന്ന് നോക്കിക്കോ എന്ന് അള്ളാഹു പറയുന്നുണ്ട്. ആ കുറ്റകൃത്യം സ്വർഗ്ഗരതിയായിരുന്നു. അവർക്കുള്ള മഴ എന്താ? ചൂടുള്ള കല്ല്. ആകാശത്ത് നിന്ന് ചൂടുള്ള കല്ല് ഒന്നായിട്ട് വന്നു. ലൂത്ത് നബിയുടെ ജനതക്ക് ഒലിവറ്റിനെ പോലെയുള്ള പ്രഗത്ഭരായ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഇന്നും ഡെഡ്സി നിൽക്കുന്ന സ്ഥലം അവിടെ ഒരുപാട് ഉൽക്കകൾ വന്ന് പതിച്ചിട്ടുണ്ട് എന്നാണ്. ഉൽക്കകൾ ആകാശത്ത് നിന്ന് കന്മഴ വന്നുവെന്ന് ഖുർആൻ പറയുന്നു. ഇത് രണ്ടും ഒന്നാണ് സഹോദര, ഇത് രണ്ടും ഒന്നാണ്. വകഅയ്യിൻ മിൻ ഖറിയത്തിൻ അതത് അൻ അംരി റബ്ബിഹാ വറസുലിഹി ഫഹസബ്നാഹാ ഹിസാബൻ ശദീദാ. ഇനി വല്ലതും പറയണോ നമ്മൾ? എത്ര ഗ്രാമങ്ങൾ, ആ ഗ്രാമങ്ങളെ നാം ശക്തമായി ശിക്ഷിച്ചു, കണിശമായ രൂപത്തിൽ ശിക്ഷിച്ചു, വിചാരണ ചെയ്തു. അടയാളം ഇന്നും അതാ കാണുന്നു. ജോർദാനിൽ പോയാൽ കാണാൻ കഴിയും. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് ആളുകളെ അല്ലാഹു തആല നശിപ്പിച്ച സംഭവങ്ങൾ ഖുർആനിലുടനീളം അല്ലാഹു തആല പറയുന്നുണ്ട്. ഒറ്റ വാക്കിൽ ഇന്ന് നമ്മൾ വിശദീകരിക്കുന്ന ആയത്ത് സൂറത്തിൽ അല്ലാഹു തആല ആ കാര്യത്തെ സംബന്ധിച്ച് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ദുരന്തങ്ങളെ തൊട്ട് നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അവസാനം അല്ലാഹു പറയുന്നത് ഫദാഖതു വബാല അംരിഹാ വകാന ആഖിബതു അംരിഹാ ഖുസ്റാ. കാര്യത്തിന്റെ തിക്തഫലം അവർ ആസ്വദിച്ചു, അതിന്റെ അനന്തരഫലം പരാജയമായിരുന്നു എന്ന് അല്ലാഹു തആല തുടർന്ന് പറയുന്നു. അതുകൊണ്ട് ഇങ്ങനെ ഒരുപാട് ആളുകൾ നേരത്തെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരുടെ ഗതി ഒരിക്കലും നമുക്ക് വരാതിരിക്കാൻ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കും. മുൻഗാമികൾക്ക് ശിക്ഷ കിട്ടാൻ കാരണമായ സംഗതികൾ നമ്മുടെ ജീവിതത്തിൽ വരരുത്.
അങ്ങനെ നല്ല ഈമാനും നല്ല തഖ്വയും ഇസ്തിഗ്ഫാറും തൗബയും ഇൻഷാ അല്ലാഹ് പ്രകൃതി ദുരന്തങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ റാഹത്തുള്ളൊരു ജീവിതം നമുക്ക് ലഭിക്കുമെന്നാണ്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങൾ സ്വാലിഹായ അമലായി അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂലാക്കുമാറാവട്ടെ. ഒരുപാട് സഹോദരങ്ങൾ വിദേശത്തും മറ്റും ഇത് ശ്രവിക്കുന്നവരുണ്ട്. അല്ലാഹു തആല നമ്മുടെ ആ സഹോദരങ്ങളുടെയൊക്കെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു തീർത്തു കൊടുക്കുമാറാവട്ടെ. ഒരുപാട് സഹോദരങ്ങൾ കുടുംബസമേതം ഇത് നമ്മുടെ നാട്ടിൽ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു ആ കുടുംബത്തിലൊക്കെ അല്ലാഹു തആല ബർക്കത്ത് നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല റാഹത്ത് നൽകുമാറാവട്ടെ. ഖുർആന്റെ യഥാർത്ഥ അഹ്ലുകാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. സഹോദരിയുടെ അസുഖം സുഖപ്പെടാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാനാണ് ഇന്ന് ചായയും കടി നൽകിയിട്ടുള്ളത്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു തആല ആ സഹോദരിയുടെ എല്ലാ രോഗങ്ങളും ശാരീരികമായ മാനസികമായ രോഗങ്ങൾക്ക് അല്ലാഹു ശമനം നൽകുമാറാവട്ടെ. ശമനമുള്ളത് ഇനി ഒരിക്കലും അതിലേക്ക് മടങ്ങുന്നൊരവസ്ഥ അതിനെ തൊട്ട് അല്ലാഹു തആല കാക്കുമാറാവട്ടെ. ഖുർആന്റെ സദസ്സിലേക്ക് നൽകിയാൽ അതുകൊണ്ടുള്ള പ്രയോജനമുണ്ട് എന്ന വിശ്വാസം അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഖബൂലാക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി നമുക്ക് ദുആ ചെയ്യാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹ്. അസ്തഗ്ഫിറുല്ലാഹൽ-അലീം 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 അസ്തഗ്ഫിറുല്ലാഹൽ-അലീം. اللهم صل على محمد والآل كلهم وسلم. 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 اللهم صل على محمد والآل كلهم وسلم.